പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തും മൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളും ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ
നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ, ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വരം നീക്കും. ആമേൻ. ചില സമയത്ത് ഞാനിങ്ങനെ ധ്യാനിപ്പിക്കുമ്പോഴേ ഞാനിങ്ങനെ ആ ധ്യാനത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഉടമ്പടിയിലുണ്ടാകുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളില്ലേ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉപയോഗ പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഗ്രേസ് ലെവല് വർദ്ധിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ അക്വേർഡ് ഗ്രേസ് എന്നൊക്കെ പറയടക്ക്, ആർജിത കൃപ. പക്ഷേ അത് ഞാനതിനെക്കുറിച്ച് അപ്പോൾ അവിടെ എവിടെയോ ഒരു ആർജിത കൃപ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധ പറയുന്നുണ്ടായിരുന്നു, നീ ഇത് റെക്ടിഫൈ ചെയ്യണം, അത് കറക്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയാം. അപ്പം ഞാൻ പിന്നെ എനിക്ക് പക്ഷേ എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ വിഷയം പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ കർത്താവുമായിട്ട് ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൃപയെക്കുറിച്ച് വചനങ്ങളൊക്കെ പരിശോധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ പറയത്തില്ലേ, 10 രോഗികളെ കണ്ടു, 6 കെട്ടിപ്പൊതിച്ചോറ് തന്നെത്താൻ കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെങ്കിലും ഉണ്ടോ നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ വിലയാണ് ഈ കൊടുക്കണമെന്ന്? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെങ്കിലും ഉണ്ടാവുമോ, എനിക്ക് ദൈവം തരാമെന്ന് ജോലിക്കുള്ള കൂലിയാണ് ഈ കൊടുക്കണമെന്ന്? പണ്ട് ഗോതമ്പ് റോഡെന്നൊക്കെ പറയത്തില്ലേ, എല്ലാ നാട്ടിലും ഉണ്ടാകും ഗോതമ്പ് റോഡ്, പേരുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ കാലത്ത് തൊട്ടുള്ള പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിക്ക് പകരം, പണത്തിന് പകരം ധാന്യങ്ങൾ. ഒരു തോടൊക്കെ വിട്ടുന്ന സമയത്ത് 5 മണിക്ക് പണി കയറി കഴിയുമ്പോൾ ചിലപ്പോൾ 2 കിലോ ഗോതമ്പ് അല്ലെങ്കിൽ 1 കിലോ അരി തരും. അതിന് പഴയ മലയാളത്തിൽ ഒരു പേരുണ്ടായിരുന്നു, ഊഴിയാവേല. ഊഴിയാവേല എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ രാജാക്കന്മാരുടെ ഈ തിരുവിതാംകൂറിൻ്റെ പുസ്തകത്തിലൊക്കെ ഉണ്ട് ഊഴിയാവേല. ഊഴിയാവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേല എടുത്താൽ നമുക്ക് പൈസ ആയിട്ട് കാശ് കിട്ടത്തില്ല, മറിച്ച് ധാന്യം കിട്ടും. അങ്ങനെയാണ് രാജാക്കന്മാർ തോടും എല്ലാം വെട്ടിച്ചിരിക്കണത്, റോഡൊക്കെ ഇട്ടിരിക്കണത്. നിങ്ങളിതുപോലെ ഈ പ്രേക്ഷിത പ്രവർത്തനം ഊഴിയാവേലയായിട്ട് മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് ജോലി തരുന്നു, അതിന് കർത്താവിനൊരു കൂലി കൊടുക്കുന്നു. കർത്താവ് പറഞ്ഞ വാക്ക് അനുസരിച്ച് നമ്മൾ രോഗികൾക്ക് ഇത് കൊടുക്കും. തമ്മിൽ എൻ്റെ മക്കൾ ഇതിനെ കണക്ട് ചെയ്യരുത്. ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹത്തിന് കൂലിയായിട്ടല്ല ഇത് കൊടുക്കുന്നത്, വിലയായിട്ടല്ല കൊടുക്കുന്നത്, മറിച്ച് അത് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയോടുള്ള നമ്മുടെ സഹകരണമാണ്. ദൈവത്തോട് ചെയ്യുന്ന സഹകരണം. അപ്പം നമ്മൾ ചില ആൾക്കാർ ഈ സഹകരണം വരുമ്പോൾ എന്താ ഗുണമെന്ന് അറിയാമോ? കർത്താവ് തിരിച്ച് സഹകരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ജോലിയെല്ലാം കിട്ടുന്നത്. പക്ഷേ അതിന് ഡയറക്റ്റ് ഒരു വിലയായിട്ട് നമ്മൾ കാണരുത്. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അടയാളങ്ങൾ ആവശ്യം. ഇപ്പം ചില ആൾക്കാർ കൃപാസനത്തെ ചിലർ ആക്ഷേപിക്കണം, എന്താണ് അത് അനുഗ്രഹമുള്ള സ്ഥലത്തെല്ലാം ആൾക്കാർ ഓടിക്കൂടുമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, 2004 ഡിസംബർ
7-ാം തീയതി സമയഘടികാരം നെഞ്ചിൽ ചേർത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 10 കൊല്ലം നമ്മളത് പ്രാർത്ഥിച്ചു. കാരണം അതിനകത്ത് അപ്പോൾ അന്നൊക്കെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ഇപ്പോൾ ഉടനെ ഇത് ചാടിക്കയറി പറഞ്ഞാൽ അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ആപത്തുണ്ടാകുമെന്നൊരു സൂചന ഉണ്ട്. അത് ശരിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അത് പ്രൊക്ലെയിം ചെയ്യാനുള്ള സമയമായി. മാതാവ് വാടിപ്പെട്ടി വെച്ച് എന്നെ നിർബന്ധിച്ചാണ് പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടി. പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാതാവ് 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി തന്നത്. ഉടമ്പടി തരികയിലല്ല ചെയ്തത്, ഉടമ്പടി തന്നെന്നും പറഞ്ഞുകൊണ്ട് ഈ അടയാളമൊന്നും ഉണ്ടാകണം ഒരു നിർബന്ധമില്ല. നീ ഇപ്പോൾ വായിച്ചു കേട്ട പോലെ കർത്താവ് അവരോട് പ്രവർത്തിച്ചു, അതാണ് വിഷയം. കർത്താവ് കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അടയാളങ്ങൾ വരണത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം കർത്താവ് കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നതിൻ്റെ അർത്ഥം. കർത്താവ് കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൃപയോട് നമ്മുടെ കാരുണ്യ പ്രവൃത്തിയും അതുപോലെ തന്നെ പേഴ്സ പ്രവർത്തനങ്ങളും ഒരു കർത്താവ് തരുന്ന അനുഗ്രഹത്തിന് കൂലിയായിട്ടല്ല കൊടുക്കേണ്ടത്, മറിച്ച്. എൻ്റെ പേര് നോമീസ് തോമസ്, കോട്ടയത്ത് നിന്ന് വരുന്നു. എൻ്റെ വൈഫ് പേര് ടിൻഡു. ഞാൻ 2025 ഓഗസ്റ്റ് 20-ാണ് ഉടമ്പടി എടുക്കുന്നത്. ഫസ്റ്റ് ഉടമ്പടിയിൽ 6 നിയോഗങ്ങളിൽ ഞാൻ എൻ്റെ വിവാഹത്തിൻ്റെ നിയോഗം മെയിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വിവാഹം വർഷങ്ങളിൽ നടക്കുന്നില്ലായിരുന്നു. അതായത് ഇപ്പോൾ എനിക്ക് ഏജ് ഇപ്പം 38 അപ്പോൾ വിവാഹത്തിന് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫസ്റ്റ് പുതുക്കലിൻ്റെ അന്ന് തന്നെ ഞാൻ വന്ന് ജോസഫച്ചനെ കണ്ടായിരുന്നു. ഫസ്റ്റ് പുതുക്കാൻ വന്നപ്പോഴത്തേന് ഞാൻ ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചനെ എന്തെങ്കിലും കണ്ട് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേന് അച്ഛൻ എന്നോട് ഞാൻ വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോഴത്തേന് അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ 54 ദിവസം നിനക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 54 ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് അച്ഛനടുത്ത് കണ്ടുപോയി. അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു. അന്നേരം ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു ശുശ്രൂഷ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ കാശുരൂപം ഈ കല്യാണം പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴും ആലോചനയൊന്നും അങ്ങനെ വന്നിട്ടില്ല. അതുപോലെ അത് കഴിഞ്ഞിട്ട് അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. എന്ന് വെച്ചാൽ കാരുണ്യ പ്രവൃത്തി അങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കുമായിരുന്നു, പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു എല്ലാ മാസവും. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇതായിട്ട് അപ്പം ഇങ്ങനെ പൊതിച്ചോറുകൾ റെഡിയാക്കിക്കൊണ്ടിരുന്ന സമയത്താണ്, അതായത് ഈ അച്ഛൻ പറഞ്ഞ 54 ദിവസമായി, 54-ാം ദിവസം അന്നാണ് ഞങ്ങൾ ഈ ഭക്ഷണം കൊടുക്കുന്നത്. അന്നേരമാണ് ഈ ന്യൂസ് പേപ്പറിൽ ഈ ഭക്ഷണം പൊതിയാനെടുത്ത ന്യൂസ് പേപ്പറിൽ ഈ ഒരു വിവാഹാലോചന വന്നത്. ആ ഭക്ഷണം പൊതിയാൻ ഇങ്ങനെ എടുത്തപ്പോഴത്തേനാണ് ആ നമ്പർ ശ്രദ്ധിക്കുന്നത്. അമ്മയായിരുന്നു ആ പത്രം എടുത്തത്. അപ്പോൾ അമ്മ ഇങ്ങനെ ആ നമ്പർ കണ്ടു. അപ്പം നേരം ആ പത്രം എടുത്തിട്ട് അതുപോലെ നമ്മൾ അന്ന് ഭക്ഷണം കൊടുത്തു. സാറിന് പോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലാണ് കൊടുത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേന് തിരിച്ചു വന്നിട്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തപ്പോഴത്തേനും അവളുടെ ടിൻഡുവിൻ്റെ വീട്ടിലെടുത്ത് ഫോൺ എടുത്തപ്പോഴത്തേന് ഇങ്ങനെ സംസാരിച്ചു, കാണാൻ വരാൻ പറഞ്ഞു. അന്ന് പിന്നെ ഒരു 3-4 ദിവസത്തോളം കഴിഞ്ഞപ്പോഴത്തേന് പോയി ഡയറക്റ്റ് കണ്ടു. അപ്പം ഇവിടെ ടിൻഡു വൈഫ് ഇവിടെ നേഴ്സാണ്. അപ്പം നാട്ടിലില്ലായിരുന്നു, ലീവിന് വന്നേക്കുമായിരുന്നു. അപ്പം ലീവിന് വന്ന ടൈമാണ് പോയി കാണുന്നത്. വന്ന് കണ്ട് സംസാരിച്ചു. അങ്ങനെ ഞാൻ കാണാൻ പോയതിൻ്റെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ തിരിച്ചുപോയി. അയർലൻഡിലായിരുന്നു. തിരിച്ചുപോയി. അവിടെ ഞങ്ങൾ എല്ലാം പറഞ്ഞുറപ്പിച്ച് 6 മാസത്തേക്ക് വെച്ചു. 6 മാസം കഴിഞ്ഞ് ഇവിടെ വിവാഹത്തിനായിട്ട് തിരിച്ചു വന്നു. അതായത് ഈ കഴിഞ്ഞ മെയ്യിലാണ്, അതായത് 2-3 മാസം മുമ്പാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ വിവാഹത്തിന് മാത്രമല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്ന് ഓരോ തവണ വരുമ്പോഴും ഇതിനകത്ത് വന്ന് കയറുമ്പോൾ നമുക്ക് അതിൻ്റെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വേറെ ചെറിയ അനുഭവമാണെങ്കിലും തന്നെ ഞാൻ പുതുക്കാൻ വന്ന സമയത്ത് അവിടെ നിൽക്കുമ്പോൾ പുതുക്കാൻ വേണ്ടി ഇത് എടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഞാൻ അവിടെ നിൽക്കും. അപ്പം മാതാവിൻ്റെ രൂപത്തോട് നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ പറയുമായിരുന്നു, മാതാവിൻ്റെ രൂപം ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ. അപ്പം ഞാനിങ്ങനെ രൂപത്തിലോട്ട് നോക്കിയപ്പോഴത്തേന് രൂപത്തിൽ നിന്ന് തന്നെ എന്നോട് ഇങ്ങനെ മറുപടി പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിനക്ക് തന്നെയാണ് മാതാവിനെ കിട്ടുന്നതെന്ന് പറഞ്ഞ്. അപ്പം അതുപോലെ തന്നെ നമ്പർ വിളിച്ചപ്പോൾ കൃത്യം ഫസ്റ്റ് ഇത് മാതാവിൻ്റെ അത് എൻ്റെ കയ്യിലോട്ട് തരുമായിരുന്നു. അതേ സെയിം തന്നെ റിപ്പീറ്റ് 2ാമത്തെ പുതുക്കലിനും അങ്ങനെ തന്നെ. ഞാൻ ചോദിച്ചു, ഇത്തവണയും കിട്ടുമോ മാതാവിനെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പം ഇതേപോലെ തന്നെ ആ രൂപത്തിൽ നിന്ന് അങ്ങനെ ഒരു ഇതാണ്. നമുക്ക് ആ ഫേസ് നമുക്ക് രൂപത്തിലോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ തന്നെ അപ്പം തന്നെ കൊടുത്തപ്പോൾ തന്നെ മാതാവിൻ്റെ ഇത് എൻ്റെ കയ്യിലോട്ട് തന്ന് രൂപം കിട്ടി. അതുപോലെ പിന്നെ രോഗസൗഖ്യം തന്നെ എനിക്ക് ഈ സയൻറ്റിസിറ്റിസിൻ്റെ ഭയങ്കര ഒരു
ഇതായിരുന്നു വർഷങ്ങളായിട്ട് സൈനസൈറ്റിസ് ഭയങ്കരമായിരുന്നു. എനിക്കൊരു തണുത്ത വെള്ളം ചക്കലം പോലും കുടിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു ചാറ്റുമഴ അടിച്ചാലും ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് തല നനച്ച് കുളിക്കാനേ പറ്റത്തില്ല. ഉച്ച കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ തുമ്മലും പിന്നെ ഇവിടെ നേരെ കഫം കിട്ടും മൂക്കിലെല്ലാം. അത് മരുന്ന് ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ടത് മാറി കിട്ടി. ഇപ്പം എത്ര ലേറ്റായിട്ട് വെള്ളം കുളിക്കാൻ പറ്റുന്നുണ്ട്, തണുത്ത വെള്ളമൊക്കെ ആണെങ്കിലും കുടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ആണെങ്കിലും അമ്മയും എടുക്കുന്നതാണ്. അമ്മ 2019 മുതൽ ഉടമ്പടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ രോഗസൗഖ്യങ്ങൾ. ഇപ്പോൾ കാണ്ടിപ്രവർത്തിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊതുസ്റ്റോറുകൾ കൊടുക്കാറുണ്ടായിരുന്നു ഹോസ്പിറ്റൽ വഴി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു മരിയസദനം എന്ന് പറയുന്ന പാലായിലാണ്, കോട്ടയത്താണ് വീട്. അപ്പോൾ പാലായിൽ അവിടെ പോയി അവർക്ക് ഇത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇതിന് മുമ്പൊക്കെ ആണല്ലോ ഞാനിങ്ങനെ പറഞ്ഞ പോലെ വെളിയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ പൈസ ഇപ്പം നമ്മൾ വെളിയിലിറക്കുമ്പോൾ ചോദിക്കുന്നവർക്കും അങ്ങനെ കൊടുക്കും. ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണല്ലോ കൂടുതലും അതുപോലെ കൊടുക്കും. അങ്ങോട്ട് ഞാൻ നോക്കും, നമ്മൾ കാണുമ്പോൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ പുറത്തോട്ട് ടൗണിലോട്ട് എവിടെയെങ്കിലും പോകുമ്പം നോക്കും ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ സൈഡിൽ നിൽക്കുന്നവരോ അങ്ങനെയൊക്കെ ഈ ഭക്ഷണം കഴിക്കാതെ അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ടോ അങ്ങോട്ടായിട്ട് നോക്കിയിട്ട് ഞാനിപ്പോൾ കയ്യിൽ ഉള്ള പോലെ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രവും വന്ന് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ചില സാഹചര്യങ്ങൾ കാരണം ചില മാസങ്ങൾ വന്ന് വരാതെ പറ്റിയത് അങ്ങനെ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൊക്കെ ആണല്ലോ ഇടയ്ക്ക് ഒരു ഇതൊക്കെ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് പാലിക്കുന്നുണ്ട്. എന്നാലും ചില പ്രാർത്ഥനകൾ സംബന്ധിക്കാതിരിക്കാൻ പറ്റുമോ, അങ്ങനെ ഒത്തിരി ഇതുകളും വന്നിട്ടുണ്ട് എനിക്ക് ഇതിന് കൂടുതൽ ഉടമ്പടിയുടെ. പിന്നെ പത്രം പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും പത്രം കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽ വഴി. പുറത്തുമെല്ലാം ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും കൂടുതലും കൊടുക്കുന്നത്. ഇതെല്ലാം കാരണം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഞാൻ പറഞ്ഞല്ലോ വിഭാഗത്തിൻ്റെ എല്ലാം കൊണ്ടും ഒരു മൊത്തം മനസ്സിന് തന്നെ നമുക്കൊരു ഒന്നും ഇതില്ലാതെ ഇരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഉടമ്പടിക്ക് ശേഷം ഒരുപാട് എന്ന് വെച്ചാൽ പ്രാർത്ഥനയിലാണ്, ആത്മീയമായ ജീവിതത്തിലും പ്രാർത്ഥിക്കാൻ ഒരുപാട് മുമ്പ് അങ്ങനെ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ജപമാല ചെല്ലുന്നതിലാണെങ്കിലും പ്രാർത്ഥിക്കാനാണെങ്കിലും ബൈബിൾ ചെയ്യുന്നതിലാണെങ്കിലും നമുക്കൊരു മടുപ്പ് വരുന്നതെന്ന് വെച്ചാൽ അതിനോടൊരു താല്പര്യം വരുവാണ്. നമുക്കിങ്ങനെ ചെല്ലണം, അല്ലെങ്കിൽ ബൈബിൾ വായിക്കണം, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ നമ്മൾ ചിന്തിച്ചൊരു വചനം എടുത്താലും ഇപ്പം എന്തൊരു കാര്യത്തിൻ്റെ ഒരു സാഹചര്യം ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെ ഇപ്പോൾ പ്രാർത്ഥിച്ചെടുക്കുമ്പോൾ അതിൻ്റെ രൂപത്തെ നോക്കി എടുത്താലും അത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വചനങ്ങൾ അങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് കൂടുതൽ ഇതാകാൻ തുടങ്ങി. കൂടുതൽ ആത്മീയമായി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഈ അനുഗ്രഹങ്ങളെല്ലാം ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും വിശ്വയ്ക്കും 1000 നന്ദി. നന്ദി യേശുവേ സ്തുതി. സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയും രക്ഷയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നോമിസ് തോമസ്, കോട്ടയം, തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തനിക്ക് 38 വയസ്സായിട്ട് കല്യാണാചരണമൊക്കെ വരുന്നുണ്ടെങ്കിലും അത് പലതരത്തിൽ നടക്കാതെയും അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് തന്നെ ഒരു മുമ്പോട്ടുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന രീതിയിലായിരുന്നു. എന്നാൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും തുടർന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ബലമായിട്ട് അച്ഛൻ തനക്ക് മുമ്പിൽ പറഞ്ഞു വെച്ചിരുന്നത് 54 ദിവസം എന്നതായിരുന്നു. എന്നാൽ ഉടമ്പടി ജീവിതത്തോട് ചേർന്നുകൊണ്ട് കാരണപ്പത്തിലേക്ക് കടന്നു പോകുമ്പോഴത്തേക്കും ഈ ദിവസത്തിൻ്റെ സമാപനം തന്നെയാണ് ഒരു പത്രത്തിലൂടെ തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഒരു അവസരം ഉണ്ടാകുകയും ചെയ്യുന്നത്. ഫോൺ നമ്പറിൽ വിളിക്കുകയും സംസാരിക്കുകയും അതേ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പരിശുദ്ധ അനുഗ്രഹത്താൽ തൻ്റെ വിവാഹമൊക്കെ നടക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും പുതുക്കാനായിട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചുവായി രൂപം എടുക്കുമ്പോഴും മനസ്സിലുള്ള ആഗ്രഹം അതെടുക്കാനുള്ള ഒരു വലിയ ത്വരയും ആഗ്രഹമൊക്കെ കടന്നു വരുന്നത് പരിശുദ്ധ അമ്മ തന്നെ സ്നേഹിക്കുന്നുണ്ട്, ചേർത്ത് നിർത്തുന്നത് തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് ഉടമ്പടി പുതുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത്. പരിശുദ്ധ അമ്മ തൻ്റെ ആവശ്യങ്ങളിലും ജീവിതത്തിലും ഇടപെടൽ ഉണ്ട് എന്നുള്ളൊരു സൂചന മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണെങ്കിലും ശനീശ്വരുന്ന രോഗം പൂർണ്ണമായിട്ട് മാറാനായിട്ട് ഒരു തണുപ്പിൻ്റെതായ എന്തെങ്കിലുമോ അതെങ്കിൽ കുളിയെ സംബന്ധിച്ചും അതിൻ്റെ സമയം തെറ്റി കുളിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം കൂടുതൽ കൂടി വരുന്നതല്ലാതെ കണ്ട കുറവൊന്നും ഉണ്ടായില്ലായിരുന്നു. എന്നാലും തുടർന്ന് ഉടമ്പടി നിരച്ച വസ്തുക്കളുടെ
ഉപയോഗത്തോടും പ്രാർത്ഥനയുടെയൊക്കെ കൂടി അത് പൂർണ്ണമായിട്ടും രോഗസൗഖ്യം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുക ചെയ്തു. തുടർന്ന് ജീവിതത്തോട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് നോമിസ് തോമസിനെ കുടുംബത്തെ മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രത്യക്ഷണത്തിന് സാക്ഷിയാക്കിയ അമ്മ മാതാവിന് തിരുമാറിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സോണിയ സാബു. ഇതെൻ്റെ ഫ്രണ്ട് അൻസാമോൾ ബാബു. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പിറോം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്ന പോലെ തന്നെ ഉടമ്പടി തിരഞ്ഞെടുക്കുന്നതല്ല, മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നതാണ് ഉടമ്പടി. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. കൃപാസനത്തിൽ വിശ്വാസിയായിരുന്ന ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും എല്ലാ മാസവും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇടയ്ക്ക് ഒരു മാസം ഞാൻ കൃപാസനത്തിൽ വരികയും എൻ്റെ അമ്മയുടെ അടുത്ത് ഒരു ചേച്ചി വന്നിരിക്കുകയും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഇടയിൽ രണ്ടാമത്തെ മോള് ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു മോൾ ഉടമ്പടി എടുക്കണം, മോളുടെ കാര്യങ്ങളെല്ലാം മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ BSc വിദ്യാർത്ഥിനി കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴും എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്നെക്കൊണ്ട് അതെല്ലാം പാലിക്കാൻ പറ്റുമോ എന്നൊരു ഭയങ്കര ഭയം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ ധ്യാനങ്ങൾ കാണുകയും ഡെയിലി ബ്രെഡ് എല്ലാം കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്രയും നാളും ഇല്ലാത്തൊരു ടെൻഷൻ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എനിക്കൊരിക്കലും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റില്ല എൻ്റെ ഡേറ്റ് അടുക്കുന്തോറും എനിക്ക് ടെൻഷൻ വരികയാണ്. എൻ്റെ മനസ്സിനെ മാനസികമായി തളർത്തുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുകയാണ്, നിൻ്റെ കൂടെ നിൻ്റെ കൃപാസന മാതാവില്ല, പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത്, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും, മാതാവ് നിന്നെ നയിച്ചുകൊള്ളും എന്ന് മനസ്സിൽ നിന്ന് ഒരാൾ പറയുകയാണ്. അപ്പോഴാണെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റുമോ, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ മാതാവിൻ്റെ നേർച്ചവസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവുകയാണ്. ടെസ്റ്റിന് തലേന്ന് പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ചേട്ടൻ വരെ പറഞ്ഞു, നിന്നെക്കൊണ്ട് പറ്റില്ല മോളെ, നിനക്ക് പാസ്സാവില്ല, എന്നാലും ഒന്ന് പോയി നോക്കെന്ന് പറഞ്ഞു. അപ്പോഴും മനസ്സിൽ ഒരു കോൺഫിഡൻസും ഇല്ല, ഒരു മെറിറ്റും ഇല്ല. എന്നാലും ഞാൻ മാതാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോയി. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാവിലെ പോലും എനിക്ക് പ്രാക്ടീസ് ചെയ്തപ്പോൾ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പയോട് പറഞ്ഞു, എനിക്കൊരിക്കലും ഇത് പാസ്സാകാൻ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും എന്നോട് അപ്പ പറഞ്ഞു, മോൾ വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ മാതാവുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി എനിക്ക് പാസ്സാക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇല്ലാത്ത സന്തോഷം. ഒരിക്കലും അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എനിക്ക് പാസ്സാക്കാൻ പറ്റിയത്. പക്ഷേ എനിക്ക് റോഡ് ടെസ്റ്റ് കിട്ടിയില്ല. എന്നാൽ പോലും എനിക്ക് വിഷമം ഉണ്ടായില്ല. കാരണം എനിക്ക് മാതാവ് ടെസ്റ്റ് തന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. 0 മെറിറ്റാണെങ്കിൽ പോലും മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. അങ്ങനെ എൻ്റെ ആ ടെസ്റ്റ് പാസ്സായി. പക്ഷേ റോഡ് ടെസ്റ്റ് പാസ്സാവുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏപ്രിൽ 27 2026 ഉടമ്പടി വന്ന് എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെ നിന്നും ഇല്ലാത്തൊരു ധൈര്യം കിട്ടി. എനിക്ക് അത്രയും നാൾ മുന്നും ഡ്രൈവിങ്ങിന് പോകുന്നതിന് മുന്നേ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പേടികളെല്ലാം മാറി, കുറച്ചും കൂടി ധൈര്യം കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തോക്കുന്നത് അന്ന് എനിക്ക് റോഡ് ടെസ്റ്റ് കിട്ടാതെ വന്നപ്പോൾ. അന്ന് ശരിക്കും തളർന്നു പോയെങ്കിൽ പോലും ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ടെസ്റ്റിന് വേണ്ടി ഞാൻ പോയി. അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. പക്ഷെ ഞാൻ അന്ന് ഉടമ്പടി തൈലം നെറ്റി തൂക്കാൻ മറന്നുപോയി. അപ്പോഴേ എനിക്ക് മനസ്സിൽ തോന്നി എനിക്ക് എന്തോ കിട്ടില്ലായിരിക്കും എന്നൊരു ചെറിയ തോന്നൽ വന്നു. എന്നാലും എനിക്കൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടുമായിരിക്കും എന്നൊരിതിൽ. ഞാൻ ഉടമ്പടി എടുത്ത ആളല്ലേ, എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റുമെന്നൊരിതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഞാൻ തളർന്നില്ല. കാരണം ഓരോ പരാജയങ്ങൾ വരുമ്പോഴും അത് നല്ലൊരു വിജയത്തിന് അല്ലെങ്കിൽ മാതാവിനെക്കൂടെ സാക്ഷ്യം ഇടയാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ 3ാമത്തെ ടെസ്റ്റിന് ഡേറ്റ് എടുത്തു. അപ്പോൾ എന്നോട് ഡ്രൈവിംഗ് ചേട്ടൻ പറയുവാണ്, മോൾ ഈ പ്രാവശ്യമെങ്കിലും നീ ഡ്രൈവിംഗ് ഒന്ന് പാസ്സാവണം, ഇല്ലേ ഞങ്ങളുടെ സ്കൂളിന് നാണക്കേടാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര സെൻസിറ്റീവായ ആളാണ്, എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വിഷമങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ സത്യമായിട്ട് അന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചു. കുറച്ച് ഡിപ്രഷൻ ലൈറ്റായിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ കാത്തോണേ, എനിക്ക് അറിയാൻ പാടില്ല ഈ പ്രാവശ്യം എന്താവുമെന്ന് എനിക്ക് ഒരു ഇതുമില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യം എനിക്ക് 2 പ്രാവശ്യം റോഡ് ടെസ്റ്റിൽ ഒരു ചെറിയ മിസ്റ്റേക്കിലാണ് എനിക്ക് പാസ്സാവാൻ പറ്റാത്തത്. പക്ഷെ 3ാമത്തെ ടെസ്റ്റിൽ
ഞാൻ 4 ഗിയറൊട്ട് ഓടിക്കേണ്ട ഞാൻ 3 ഗിയർ മാത്രമാണെന്ന് ഉപയോഗിച്ചോളൂ. പക്ഷേ എനിക്ക് അന്ന് സാറ് പറഞ്ഞു നീ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായെന്ന്. അതാണ് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായത്. അങ്ങനെ 3ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി, എനിക്ക് ലൈസൻസ് ലഭിച്ചു. ഇത് ഒരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, കാരണം എനിക്കൊരു കഴിവുമില്ല, ഞാൻ തന്നെ പറയുന്നു. എന്നാലും എൻ്റെ മാതാവ് തന്ന എനിക്കൊരു കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായത്. ഇനി എൻ്റെ ഫ്രണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിൽ കുറച്ച് തടസ്സങ്ങൾ അത് അവൾ പറയുന്നതായിരിക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ മാറ്റിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അൻസാമോൾ ബാബു. ഞാൻ ഡ്രൈവിങ്ങിൽ നേരിട്ട തടസ്സങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അമ്മയുടെ അനുഗ്രഹത്താൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 8 വെച്ചും പാസ്സാകാൻ പറ്റിയെങ്കിലും സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത എനിക്ക് റോഡ് ടെസ്റ്റ് ബൈക്കിൻ്റെ റോഡ് ടെസ്റ്റ് എടുക്കാവുന്ന പോസിബിളായിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്ക് തോന്നി. അപ്പം സ്കൂട്ടറാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം എന്ന് ഞാൻ ബൈക്ക് എടുത്താലും എന്നും ഞാൻ ബൈക്കിൽ നിന്ന് വീഴും. ബൈക്കിൽ നിന്ന് വീണാൽ പോലും പക്ഷേ എന്നും ഞാൻ തൈലം എല്ലാം തൂത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു പോറലും കൂടാതെ അമ്മേനെ കാത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മ എനിക്ക് സ്കൂട്ടറിൽ റോഡ് ടെസ്റ്റ് എടുക്കാൻ പറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവിടെ കുറേ തടസ്സങ്ങളെല്ലാം നേരിട്ടെങ്കിൽ അവർ പറഞ്ഞു ബൈക്കിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ എന്നെല്ലാം പറഞ്ഞെങ്കിലും അന്നത്തെ ദിവസം അവർ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മുടെ സ്കൂളിലെ വണ്ടി കയറ്റാമെന്നെല്ലാം പറഞ്ഞ് ഞാൻ റോഡ് ടെസ്റ്റ് സ്കൂട്ടറിലെടുത്ത് സ്കൂട്ടറിൽ റോഡ് ടെസ്റ്റും പാസ്സായി. അതേപോലെ തന്നെ കാറിൻ്റെ റോഡ് ടെസ്റ്റും പാസ്സായി. പിന്നെ 2ാമത്തെ ഞങ്ങളുടെ ഉടമ്പടി അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ പുറത്ത് പഠിച്ച പിള്ളേരാണ്. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിരുന്നു ആഗ്രഹം. ഞങ്ങൾ പഠിച്ചിറങ്ങിയപ്പോൾ തൊട്ട് എറണാകുളം, തൊടുപുഴ എല്ലാ സ്ഥലങ്ങളിൽ പോയി CV അയച്ചു കൊടുത്തു. ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ അവർ പറയുന്ന ഫ്രഷർ ആയതുകൊണ്ട് വേക്കൻസീസ് ഇല്ല, ഇപ്പോൾ ഫ്രഷേഴ്സിനെ എടുക്കുന്നില്ല, അങ്ങനെ ഓരോരോ നെഗറ്റീവ് കമൻസ് ആയിരുന്നു മൊത്തം. എന്നാലും ഞങ്ങൾ മാതാവിൽ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചു. പക്ഷെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോലും ഞങ്ങൾക്ക് കാരുണ്യ പ്രവൃത്തികളും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി മാതാവിൻ്റെ പത്രം എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. അന്ന് ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ വേക്കൻസീസ് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് നടന്നു. അങ്ങനെ മൊത്തത്തിൽ മാനസിക തളർന്നിരിക്കുമായിരുന്നു. എല്ലാവരുടെയും ചോദ്യങ്ങളാണ്, പഠിച്ചു കഴിഞ്ഞില്ലേ, നേഴ്സായില്ലേ, ജോലി കിട്ടുന്നില്ലേ എന്നൊക്കെ. അത് മാനസികം ഞങ്ങൾ അലട്ടി. എന്നാൽ പോലും ഞങ്ങൾ മാതാവിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് ലിസി ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ് വിളിച്ചു. അവൾ പറഞ്ഞു ഒന്ന് പോയി നോക്ക്, ചിലപ്പോൾ കിട്ടിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിന് ഞങ്ങൾക്ക് ഒരുക്കിയ സ്ഥലം അതായിരിക്കുമോ എന്നൊരു ചെറിയ ഇതുണ്ടായിരുന്നു. എന്നാലും പക്ഷേ ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റൽ തന്നെ മാതാവ് ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് പാസ്സാക്കി തന്നാൽ മതി എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ചെന്ന് അന്ന് തന്നെ ഞങ്ങളുടെ വഴി തെറ്റിപ്പോയി. അപ്പോൾ 8:30 മുന്നേ ഹോസ്പിറ്റലിൽ റിട്ടേൺ ടെസ്റ്റിന് കയറിയാൽ മാത്രമേ ഞങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ ലേറ്റായിട്ടാണ് എത്തി. കറക്റ്റ് 8:30. ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള വേറെ ആർക്കും ഇവിടെ കയറാൻ പറ്റിയില്ല. അപ്പം മാതാവ് ഞങ്ങൾക്ക് ഒരുക്കിയ സ്ഥലം അത് തന്നെയായിരുന്നു എന്നൊരു അടയാളമായിട്ട് മാതാവ് തന്നു. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ടെസ്റ്റ് എഴുതി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെയാണ് വന്നത്. പക്ഷെ ക്വസ്റ്റ്യൻസ് എളുപ്പമാവും തോറും ആൾക്കാർ കോമ്പറ്റീറ്റീവ് ആവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാൻസസ് കുറയുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക് കിട്ടുമോ. എന്നാലും മാതാവുണ്ടല്ലോ എന്നൊരു ധൈര്യം ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇവളും വേറൊരു ഫ്രണ്ടും കൂടെയാണ് പോയത്. ഞങ്ങൾക്ക് 3 പേർക്കും റിട്ടേൺ ടെസ്റ്റ് പാസ്സായി. ഞങ്ങൾ 3 പേരെ ഇൻ്റർവ്യൂവിന് എടുത്തു. ഇൻ്റർവ്യൂവിന് വന്ന് HR ഇട്ട ഡ്രസ്സ് ഗ്രേ കളറായിരുന്നു. അപ്പോഴേ ഞങ്ങൾ ഉറപ്പിച്ചു മാതാവ് ഞങ്ങൾക്ക് തന്ന അടയാളം അതായിരുന്നു, ഗ്രേ കളർ. പിന്നെ ഇവളുടെ തിരിയിലാണെങ്കിലും പശുത്തിരിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലെന്നൊരു ലെറ്റർ കാണിച്ചു. ലിസി ഹോസ്പിറ്റലിൽ എല്ലായിരുന്നു. പിന്നെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തും അമ്മയ്ക്ക് 11 എന്നൊരു ഡേറ്റ് കാണിച്ചു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മോളെ മിക്കവാറും ജോയിനിങ് ഡേറ്റ് നിനക്ക് 11 ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ HR പറഞ്ഞു നിങ്ങൾക്ക് 7 തൊട്ട് 11-ാം തീയതി വരെ ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട്, വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങളോട് പക്ഷേ ജോയിനിങ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ ഓർത്ത് 11-ാം തീയതി ഞങ്ങൾക്ക് ജോയിനിങ് ഡേറ്റ് ആയിരിക്കും, തീരുന്ന അന്ന് ക്ലാസ് കഴിയുമ്പം ജോയിനിങ് ഡേറ്റ് ആയിരിക്കും എന്ന് ഓർത്ത് ഞങ്ങൾ പോയത്. പക്ഷേ ക്ലാസ് കഴിഞ്ഞു 11-ാം തീയതി ഞങ്ങളുടെ മുന്നേ ആഴ്ച വരെ ഇൻ്റർവ്യൂ പാസ്സായവരോട് പറഞ്ഞു അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളെ വിളിച്ചില്ല. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കൺസിഡർ ചെയ്യാമെന്നാണ് പറഞ്ഞോളൂ. അപ്പോഴും ഞങ്ങൾക്ക് ഒരു ഇതില്ല, ഞങ്ങളെ വിളിക്കുമോ, വേക്കൻസീസൊക്കെ പോവത്തില്ലേ, ഫ്രഷറായിട്ട് കിട്ടൂല എന്നൊരിതിലാണ് ഞങ്ങൾ ഇരുന്നത്.
ഒരാഴ്ച ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, എന്നിട്ട് ഞങ്ങളെ വിളിച്ചില്ല. എന്നാൽ 3-ാമത്തെ ആഴ്ച ഇവളെയും ഇവളുടെ മറ്റേ ഫ്രണ്ടിനെയും കൂടെ HR വിളിച്ചിട്ട് പറയുക, കേരള രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷനായിട്ട് മാത്രം നിങ്ങൾ ജോലിക്ക് വന്നാൽ മതി എന്ന് പറയാം. അപ്പം ഞങ്ങളുടെ കയ്യിൽ കേരള രജിസ്ട്രേഷൻ ഇല്ല, ഞങ്ങൾ പുറത്ത് പഠിച്ച പിള്ളേരാണല്ലോ. അപ്പം തന്നെ ഞങ്ങളുടെ മൊത്തത്തിൽ ഞങ്ങൾ തകർന്നു. അപ്പം മാതാവ് ഇനി ഞങ്ങൾക്ക് എന്താണ് വെച്ചേക്കുന്നതിന്, വേറെ വല്ല ഹോസ്പിറ്റലായിരിക്കുമോ എന്നൊരു ചിന്ത അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ പിറ്റേ തിങ്കളാഴ്ച ജൂലൈ 27 എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, 29 എനിക്ക് ജോയിനിങ് ഡേറ്റ് ആണ്, നാളെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞു. എന്നോട് രജിസ്ട്രേഷൻ്റെ കാര്യം ഒന്നും ചോദിച്ചില്ല. അങ്ങനെ 29 ജോയിനിങ്ങിന് വേണ്ടി ഞങ്ങൾ മെഡിക്കൽ എടുത്തു. അതിനിടയ്ക്ക് ഞാൻ തമിഴ്നാട് പഠിച്ചപ്പോൾ എനിക്ക് നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ HIV ആയിട്ടുള്ള പേഷ്യൻസായിട്ട് ചെറിയ കോൺടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെ നോക്കുന്നിടയിൽ അപ്പോൾ എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പം എക്സ്പോഷർ ആയോ, ഒരു നേഴ്സാണല്ലോ, നമുക്ക് എന്തായാലും കോൺടാക്റ്റ് ഉണ്ടാവാതിരിക്കത്തില്ല. അങ്ങനെ ഒരു ചെറിയ ടെൻഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ എടുക്കുമ്പോൾ ആണെങ്കിൽ പോലും എന്തെങ്കിലും HIV എന്തെങ്കിലും വന്ന് അറിയാലോ, നമ്മുടെ ജീവിതം പോയി, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പം നല്ല പേടി ഉള്ളിലുണ്ടായിരുന്നു. മാതാവെ കാത്തോണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് മെഡിക്കൽ എടുക്കാൻ പോയത്. ബ്ലഡ് എടുക്കുന്ന കയ്യിലാണെങ്കിൽ പോലും മാതാവിൻ്റെ തൈലം തേച്ചിട്ടാണ് ഞാൻ പോയത്. എന്നാൽ മെഡിക്കൽ എടുത്തപ്പം റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് HIV എന്താണെന്നാണ്. HIV നെഗറ്റീവ് ആയിരുന്നു. അപ്പോഴേ ഉറപ്പിച്ചു മാതാവ് എനിക്ക് ഒന്നും വരത്തില്ല, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് എനിക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ നോർമലായി 29 ഞാൻ ജോയിനിങ്ങിന് കയറി. അപ്പോഴാണ് ചേച്ചിയോട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് 29, 2+9. അമ്മയ്ക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു 11 പറഞ്ഞില്ലായിരുന്നു. ആ 11 2+9 ആയിരുന്നു. അങ്ങനെ 29 ഞങ്ങൾ ജോയിൻ ചെയ്തു. ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾ ഒരാഴ്ച ആവുകയാണ്. മാതാവ് ഞങ്ങൾക്ക് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് നൽകി അനുഗ്രഹിച്ചു. ആ ജോയിനിങ്ങിന് മുന്നേ തലേന്ന് എനിക്ക് മാതാവ് ദർശനത്തിലൂടെ എനിക്കൊരു CT ICU എന്ന് തോന്നിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും CT ICU, കാർഡിയോതൊറാസിക് ICUവിൽ ഞങ്ങൾക്ക് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഒരാഴ്ചയായി. ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ തന്നെയാണ് അടയാളം തന്നത്. ഇവക്ക് തിരിയിലാണെങ്കിൽ 2, 9 എന്ന് കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ ഷിഫ്റ്റും ഒരേ ഡിപ്പാർട്ട്മെൻറ്റ് നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ഗോഡ്സ് ഗ്രേസ് ഓൺലി. കാരണം ഞങ്ങളുടെ മെറിറ്റ് കൊണ്ടല്ല ഞങ്ങൾക്കൊന്നും. ഇപ്പം ജോലി കിട്ടിയതാണെങ്കിൽ, ലൈസൻസ് കിട്ടിയതാണെങ്കിൽ പോലും അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. പിന്നെ നമുക്ക് എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും മാതാവിൽ പ്രാർത്ഥിച്ചാൽ കിട്ടാത്തായിട്ട് ഒന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്, മരിയാല എന്ന് പറയുന്നത്. അവിടെ പോയി ഞങ്ങൾ അവിടുത്തെ രോഗികളെ കാണുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും അവിടെ ഫുഡ് കൊടുക്കുകയും പിന്നെ അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചികിത്സാ സഹായം തേടുന്ന കുഞ്ഞുമക്കൾക്ക് എല്ലാവരും ഞങ്ങൾ സഹായം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോയി ആരാധന കൂടുമായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കുമായിരുന്നു. ഇതെല്ലാമാണ് ഞങ്ങൾ ചെയ്തത്. ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്ര അനുഗ്രഹങ്ങളും കൃപകളും നൽകുന്ന അമ്മ മാതാവിനും തിരുമാറിനും കോടാനുകൂടി നന്ദി. സങ്കീർത്തനങ്ങൾ 139 അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പേ തന്നെ കർത്താവെ അതവിടുന്ന് അറിയുന്നു, മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് സോണിയ ബാബു, അൻസാമോൾ ബാബു എന്നിവർ ഈ കൂട്ടുകാരുടെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തത് മുതലാണെങ്കിലും ഇവിടെ നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ഉറച്ചു നിൽക്കുന്ന അനുഭവസാക്ഷ്യങ്ങളാണ് നമുക്ക് മുമ്പിൽ ഈ മക്കൾ പങ്കുവെക്കുക. തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ആണെങ്കിലും അത് 2 പേർക്കും കിട്ടുവാനിട്ടിടയായത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെയും കടമ്പകളുടെയാണ് കടന്നു പോയിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെയും ഉടമ്പടി നേർച്ച വസ്തുക്കളിലേക്കുള്ള ഒരു വിശ്വാസത്തോടുള്ള ഉപയോഗത്തോടു കൂടി ഈ മക്കൾക്ക് ലൈസൻസ് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിലും തങ്ങൾക്ക് ഒരു ജോലി, പഠിത്തം കഴിഞ്ഞിട്ട് നഴ്സിംഗ് ജോലി ലഭിക്കണമെന്നുള്ളത് പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിലൊക്കെ പോയെങ്കിലും പല തടസ്സങ്ങളുടെ കടന്നു പോയെങ്കിലും അവർക്ക് ഒരു അനുഗ്രഹം എന്നോണം ഇൻ്റർവ്യൂ വരികയും അതിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നാലും ഇവർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കേരളത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സാണ് എല്ലാവരും ചോദിക്കുക ചെയ്തത്. എന്നാൽ പുറത്ത് പഠിച്ചുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പോരായ്മകളും പ്രശ്നങ്ങളും ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയുടെ അടയാളം എന്നോണം ഇൻ്റർവ്യൂ പാസ്സാക്കി. കാരണം പരിശുദ്ധ അമ്മ ഒരു അടയാളമായിട്ട് അവിടെ വന്നിരിക്കുന്ന HR ആണെങ്കിലും ഒരു അടയാളം ഡ്രസ്സിലൂടെയൊക്കെ കാട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേ തുടർന്ന്
മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഇവർക്ക് ജോലി ലഭിക്കുന്നത്, നേഴ്സായിട്ട് ജോലി ലഭിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹത്തോടു കൂടിയാണ്. രണ്ടുപേർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ സൗഹൃദത്തോടു കൂടിയുള്ള ഒരു നല്ല ജോലിയാണ് നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. ഇനിയും ഈ മക്കളുടെ വാക്കുകൾ പോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ ഈ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ടോണിയ അന്ന സാബു. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ്. ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. ഞാനിപ്പോൾ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 4-ാം തീയതിയാണ്. അപ്പം ഇതെൻ്റെ 3ാമത്തെ ഉടമ്പടി സാക്ഷ്യമായിരുന്നു. 2ാമത്തെ സാക്ഷ്യത്തിൽ എനിക്ക് മാതാവ് OET വഴി ന്യൂസിലൻഡിലേക്കാണ് പോകാനായിട്ട് അനുവാദം തന്നത്. അപ്പം ഞാൻ ന്യൂസിലൻഡിൽ ചെല്ലുന്നു. കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം അഥവാ ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പോയ സമയം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 2024 അതായത് അവിടെ ജോബ് ഫ്രീസ് നടക്കുന്നു. അതായത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോരേണ്ട സാഹചര്യമാണ്, ഒരു ജോലിയും ഇല്ല. അപ്പം മെറിറ്റ് 0 ആയ ഒരു ഘട്ടത്തിലായിരുന്നു ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മെറിറ്റ് 0 ആണല്ലോ, അപ്പം എൻ്റെ കഴിവിൽ എനിക്ക് ജോലി എന്താണേലും കിട്ടത്തില്ല. പക്ഷേ എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു ജോലി തരുമെന്ന ഉറച്ച വിശ്വാസമായിട്ടാണ് ഞാൻ പോകുന്നത്. സോ ഞാൻ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനിരിക്കുന്ന ടൈമിൽ എൻ്റെ കൂട്ടത്തിൽ കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതായത് ന്യൂസിലൻഡ് വരുന്നു, ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇവർ ജോലി റിസൈൻ ചെയ്യാതെയാണ് ഇവരൊക്കെ വന്നത്, തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. അവരൊക്കെ അങ്ങനെ ആ ഒരു സംഭാഷണങ്ങളിലൊക്കെ അവർ ഉൾപ്പെട്ടു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനൊന്നും അവരോടൊന്നും പറഞ്ഞില്ല. കാരണം എനിക്കറിയാം ഇവരാരുമല്ല ദൈവം, ഞാൻ മനുഷ്യരിൽ ആശ്രയിച്ചില്ല. അവരോട് ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് മൗനം പാലിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും എന്തൊക്കെ ജോബ് ഫ്രീസ് ആണെങ്കിലും എനിക്ക് എൻ്റെ തമ്പുരാനൊരു ജോലി തരും, എന്നെ വെറും കൈയോടെ ഒരിക്കലും നാട്ടിലേക്ക് വിടത്തില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ എൻ്റെ ക്യാപ് കോഴ്സ് വളരെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് വലിയ കഴിവൊന്നുമില്ല. പിന്നെ അവിടുത്തെ കോഴ്സിലും കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ മാതാവ് ഇടപെട്ട് അതൊക്കെ എനിക്ക് നല്ല രീതിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം ഞാൻ ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അടുത്ത മുന്നിൽ എൻ്റെ ചോദ്യമാണ്, ഇനി എന്ത്, തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണോ? നാട്ടിലെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നത്. എനിക്ക് 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. 2 കൊല്ലവും 3 മാസവും നാട്ടിലെ ഒരു ചെറിയ ഹോസ്പിറ്റലിലേ ഉള്ളൂ. അപ്പം ഞാനിനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു അവിടെ ഇനി ഒരു ജോലി കണ്ടുപിടിക്കുക. അപ്പം ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലൻഡിലെ വാടക ചെലവ് തന്നെ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലധികമല്ല. അപ്പം അപ്പം ആ സമയത്തും ഞാൻ ജോലി അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ ഉടമ്പടിയിൽ ഇവിടുന്ന് ഞാൻ NRI ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. എല്ലാ കാര്യങ്ങളും ഞാൻ രാത്രിയിലായിരുന്നു കൂടുതൽ ജോലിക്ക് ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരുന്നത്. രാവിലെ ഞാൻ എൻ്റെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ ഒരു ഇംഗ്ലീഷ് പത്രങ്ങൾ ഞാൻ മേടിക്കുമായിരുന്നു. ന്യൂസിലൻഡിലെ എല്ലാ സ്ഥലത്തായിട്ടും ഞങ്ങൾ കൊടുക്കുക, ഞാൻ ഒറ്റയ്ക്ക് പോയി കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിക്കണം ഒരാളെ കണ്ടുപിടിക്കാൻ. കാരണം രാവിലെ എല്ലാവരും ജോലിക്ക് പോവുകയാണ്. പക്ഷേ ഞാൻ അതൊന്നും നോക്കിയില്ല. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും മഞ്ഞെന്നോ വെയിലെന്നോ അവിടെയൊക്കെ -ഡിഗ്രി ആ ഒരു ക്ലൈമറ്റിൻ്റെയൊക്കെ അവസ്ഥയാണ്. പക്ഷേ അതൊന്നും ഞാൻ കൂട്ടാക്കിയില്ല. ഞാൻ ഏത് കാലാവസ്ഥയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം, എൻ്റെ ഉടമ്പടിയായിരുന്നു എനിക്ക് വലുത്. അതൊക്കെ ഞാൻ വളരെ കറക്റ്റായിട്ട് തന്നെ ചെയ്തു വന്നു. അപ്പം എൻ്റെ ന്യൂസിലൻഡിലെ വിസ ഏകദേശം കഴിയാറായ ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ന്യൂസിലൻഡിൽ ഒരു സെക്കൻഡ് റിലേഷനായിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ആ ചേച്ചിയുടെ അടുത്ത് നമുക്ക് പോയി താമസിച്ചാലോ? ചേച്ചി അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് ന്യൂസിലൻഡിൽ. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. പക്ഷേ ആ ചേച്ചിയും അവിടെ റെൻറ്റ് കൊടുത്താണ് നിൽക്കുന്നത്. അപ്പം മാസത്തിൽ ഒരു റെൻറ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഈ ചേച്ചീനെയും കൂടെ ബുദ്ധിമുട്ടിച്ച് ഇനി അവിടെ നിൽക്കേണ്ട സാഹചര്യം ആവുമോ മാതാവേ? എനിക്ക് വേറൊരു നിവർത്തിയില്ല. പക്ഷേ എൻ്റെ അമ്മയും അപ്പയും പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നീ ന്യൂസിലൻഡിലേക്ക് ചേച്ചിയുടെ അടുത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കറിയാം, പുറത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എത്ര വലിയ റിലേഷനാണെങ്കിലും 2-3 മാസം കൂടി പോയാൽ കുറച്ച് നാളത്തേക്കൊക്കെ അവർ കുഴപ്പമില്ലാതെയൊക്കെ നമ്മളെ നോക്കും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മുഖം കറുപ്പിക്കും. കാരണം അവരും
എന്താണ് ജോലി ചെയ്ത് അവരും ഈ ഇത്രയും വാടക കൊടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരു വചനമായിരുന്നു, ഞാൻ നിനക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കും എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദൂതനായിട്ട് ഈ ചേച്ചി ആയിരിക്കും എൻ്റെ അമ്മ മാതാവ് അയച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ ന്യൂസിലൻഡിൽ പോയി നിൽക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേറൊരു കൂട്ടുകാരി ചേച്ചീൻ്റെ മാതാവ് തന്നു. ആ ചേച്ചിയും ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു. ചേച്ചിയും ന്യൂസിലൻഡിൽ ജോലി അന്വേഷിച്ച് നിൽക്കുവാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി ഉടമ്പടിയുടെ കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ ജോലിക്ക് ആപ്ലിക്കേഷൻ ഇടുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഉടമ്പടി പത്രവുമായിട്ട് ഇറങ്ങുന്നു ന്യൂസിലൻഡിലേക്ക്. ഞങ്ങൾക്ക് എവിടെ നിന്നും അറിയത്തില്ല, ആൾക്കാരെ മാതാവ് തരുന്നു, ഇംഗ്ലീഷ് പത്രം ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്, ഞാൻ ഒരു മരിയം മിഷണറിയാണ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. കുറേ പേരൊക്കെ റിജക്റ്റ് ചെയ്യും, പക്ഷേ അതൊന്നും നമ്മൾ നോക്കില്ല. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ റിജക്ഷനൊക്കെ എനിക്ക് ഫുൾ മാർക്കാന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ കൊടുത്തു. അപ്പം ഞങ്ങൾ 3 മാസം അവിടെ നിന്നു. 150 പത്രങ്ങളെങ്കിലും ഞങ്ങൾ ന്യൂസിലൻഡിൽ കൊടുത്തു. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, ആൾക്കാരെ മാതാവ് ഒരുക്കുവാണ്. അതിൻ്റെ ഒപ്പം കാരുണ്യ പ്രവൃത്തികളൊക്കെ എനിക്ക് ജോലിയില്ലാതെ നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്നാണ് പപ്പയും അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നിൽക്കുന്നു. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു ആ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് നോക്കിയാൽ എന്താ കുഴപ്പം, കാരണം ഇവിടെ കിട്ടുന്നില്ല ജോലി. അപ്പം നമുക്കൊരു പാത്ത് വേ ഉണ്ട്, ന്യൂസിലൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞങ്ങൾ ഓർത്തു വന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയൊന്ന് നോക്കാമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ മാതാവ് തോന്നിക്കുന്നതാണ് അവരിലൂടെ, അല്ലാതെ അവർക്ക് കഴിവുണ്ടായിട്ട് അവർ പറയുന്നതല്ല. അപ്പം ഞാനും ആ ചേച്ചിയും ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി ആപ്ലിക്കേഷൻ അയക്കുക, അതായത് ന്യൂസിലൻഡിലേക്ക് അയക്കുന്നു, സെയിം ടൈം ഓസ്ട്രേലിയയ്ക്കും അയക്കുന്നു. നമ്മൾ അയക്കുന്നു 1000-ൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഞങ്ങൾ രാത്രി ഉറക്കം ഒളിച്ചിരുന്നൊക്കെ അയക്കുവാണ്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അയക്കുന്നു, ഫുൾ റിജക്ഷൻ. എന്നും കരച്ചിലില്ലാതെ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങാറില്ല. ഈ ചേച്ചീനെ ബുദ്ധിമുട്ടിച്ച് നിൽക്കുന്ന ഒരു വശത്ത്, ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു വശത്ത്, ഉടമ്പടി മാത്രം ശരണം, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഞാനും ഈ ചേച്ചിയും കൂടെ പത്രം കൊടുത്തിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ ആ ചേച്ചിക്ക് എന്നേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ ജോലിയൊക്കെ ആയി. ആ ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാൻ പത്രം കൊടുത്തിട്ട് വരുവാണ്. അപ്പോൾ വന്നപ്പോഴത്തേക്കും വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പം ഞാൻ എടുത്തപ്പം ഒരു OC ലാംഗ്വേജ് ഉള്ള ഒരാൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു കോളാണ്. അപ്പം ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. എനിക്ക് മനസ്സിലായില്ല അവർ പറഞ്ഞത്. അപ്പോൾ ഓസ്ട്രേലിയയിലെ സ്ലാങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷേ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഒരു ഏജ്ഡ് ഗേർലായിട്ടായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നഴ്സിംഗ് ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. പക്ഷേ അപ്പോൾ എനിക്ക് നാട്ടിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഓസ്ട്രേലിയയിൽ ഒരു പ്രോട്ടോകോൾസും അറിയത്തില്ല, ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നും അറിയത്തില്ല. പക്ഷേ മാതാവ് ഉണ്ടല്ലോ, മാതാവ് പറയിച്ചോളൂന്നേ, അങ്ങനെ വിചാരിച്ച് ഞാൻ നിൽക്കുന്നു. അപ്പം എന്നിട്ട് അവരെന്നോട് കുറേ ഏജ്ഡ് കെയർ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എല്ലാം തെറ്റാണ് പറഞ്ഞത്, കാരണം എനിക്ക് ക്ലിനിക്കൽ അറിവ് മാത്രമേ ഉള്ളൂ. അവർക്ക് ആ ഉത്തരമല്ല വേണ്ടത്, എൽഡർലി റിലേറ്റഡ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അവർ ആ വ്യക്തി ഫോൺ വെക്കുവാണ്. ഓക്കെ, വി വിൽ കോൾ യു എന്ന് പറഞ്ഞ് വെക്കുവാണ്. വി വിൽ കോൾ യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ അവർ കോൾ ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ മാതാവ് ഇടപെട്ടോളൂല്ലോ, അറിയാം. അപ്പം അങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇവരിങ്ങനെയാണ് പറഞ്ഞത്, അപ്പോൾ ഏജ്ഡ് കെയർ ആയിട്ട് എന്തെങ്കിലും ഞാൻ പഠിക്കണം, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ, ഈ ചേച്ചിക്ക് കുറേ അറിയാം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ കോള് വെച്ച വ്യക്തി തന്നെ, അതായത് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ് കോള് വെച്ച വ്യക്തി തന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു അവർ തന്നെ എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതായത് നിങ്ങൾക്ക് നേരിട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ വഴി, ഇപ്പം ഞാൻ നിങ്ങളെ ഫോണിലല്ലേ വിളിച്ചത്, വീഡിയോ കോൾ വഴി ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം ആദ്യത്തെ ഇൻ്റർവ്യൂ ആണല്ലോ, ജോലിയില്ലാതെ നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്യാം. എനിക്ക് അടുത്ത ഒരു ഡേറ്റ് അവർ തന്നു. അപ്പം ഇൻ്റർവ്യൂവിന് ഞാനൊരു കാണാതെ പഠിക്കുന്ന വ്യക്തിയാണ്, കുറേ സമയം ഇരുന്ന് കാണാതെ പഠിക്കും. പക്ഷേ ആ ഇൻ്റർവ്യൂവിന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കറിയാം മെറിറ്റിൽ എനിക്ക് വേണ്ട ഈ ജോലി, എനിക്ക് ദൈവത്തിൻ്റെ ഗ്രേസിൽ മതി കിട്ടുവാണെങ്കിൽ ജോലി. അപ്പം ഞാൻ കുറച്ച് പഠിച്ചു, പക്ഷെ കാണാതെ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള രീതിയിലേക്ക് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് വീഡിയോ കോൾ വഴി സൂം സെക്ഷനായിരുന്നു. അപ്പോൾ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ ചുറ്റും മാതാവായിരുന്നു, ബൈബിള്, കൊന്ത, കാശുരൂപം. അപ്പം ഞാൻ യാക്കോബായ വിശ്വാസി ആയതുകൊണ്ട് ഞാൻ കൊന്ത എത്തിക്കാനൊക്കെ ആ സമയത്താണ് പഠിച്ചത്. അപ്പോൾ ഞാൻ കൊന്തയൊക്കെ എത്തിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ലാപ്ടോപ്പിൽ തൈലമൊക്കെ തേച്ചിരിക്കുവാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തത് ഒരു ഭയങ്കര തേജസ്സുള്ള ഒരു ലേഡി ആയിരുന്നു ഓസ്ട്രേലിയയിൽ. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം അവിടെ തോന്നി. അപ്പോൾ അവരെന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഈ ന്യൂസിലൻഡിൽ 1 മാസം നിന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് ഈസി ആയിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവർ കോള് വെച്ചു.
കോള് വെച്ചിട്ട് എനിക്ക് അന്ന് തന്നെ അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു, മാതാവ് തന്നതല്ലേ, നിനക്ക് ഇതെന്താണേലും കിട്ടും. അപ്പോൾ അവർ വൈകുന്നേരം എനിക്കൊരു മെയിൽ വന്നു, നിനക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഓസ്ട്രേലിയയിലെ ഏജ്ഡ് കെയറിൽ എനിക്കൊരു ജോലി കിട്ടി, ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും നിസ്സാരമായിട്ട് തോന്നും. നിസ്സാരമല്ല ഇത്. കാരണം 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള എല്ലാ നഴ്സുമാരും ജോലിയില്ലാതെ തിരിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലാണ് മാതാവിന് റിസ്ക് ഏറ്റെടുത്ത് കൊടുത്ത് വെറും 2 വർഷവും 3 മാസവും ചെറിയൊരു എക്സ്പീരിയൻസ്, നാട്ടിലെ ചെറിയൊരു ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ, ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലയെന്ന് തന്നെ പറയാം അവിടെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് മാതാവ് ഓസ്ട്രേലിയയിലെ നല്ലൊരു ഏജ്ഡ് കെയറിലൊരു ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഇനി അപ്പം നമുക്ക് ഓസ്ട്രേലിയക്ക് പോകണമെങ്കിൽ വിസ വന്നം അവിടുത്തെ അക്കോമഡേഷൻ ആവണം, അതായത് താമസ ചെലവ്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കണ വിസ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ആരുടെയും കൂടെ പോയി നിൽക്കാൻ പറ്റത്തില്ല, ഇവർ തന്നെ നമുക്ക് താമസം അനുവദിക്കണം. അപ്പോൾ പിന്നെ എനിക്ക് കാത്തിരിപ്പുകളായി. മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ഉറപ്പാണ്, ബുദ്ധിമുട്ടുകൾ കൂടെയുണ്ട്, പക്ഷേ നമ്മളിതൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുവാണ്. അപ്പം നിൽക്കണേൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിലെ വിസ തീരാറായി, അവിടെയും ബുദ്ധിമുട്ട്. തിരിച്ച് നാട്ടിലേക്ക് പോകണോ, നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കണോ, അതെയോ ഇവിടെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണോ? ന്യൂസിലൻഡിലെ വിസ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാം. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു എന്താ തീരുമാനം. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, ന്യൂസിലൻഡിലെ വിസ തീരണേ ഒരു ദിവസം മുമ്പെങ്കിലും എനിക്ക് മാതാവ് ഓസ്ട്രേലിയയുടെ വിസ തരും. ഞാൻ അങ്ങനെ ആ റിസ്കിൽ നിൽക്കുവാണ്. കാരണം എനിക്ക് ആ രാജ്യം വിടണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല, ലീഗൽ ഇഷ്യൂസ് ആവും. മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുവാണ്, മാതാവേ തിരിച്ചെൻ്റെ നാട്ടിലേക്ക് വിടല്ലേ മാതാവേ, ജോലിയില്ലാതെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും സഹിക്കാൻ എനിക്ക് പറ്റില്ല മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിൽക്കുവാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ന്യൂസിലൻഡിലെ വിസ തീരണേന് 2 ദിവസം മുമ്പ് ഓസ്ട്രേലിയയുടെ വിസ വന്നു. അപ്പോൾ പിന്നെ ഓസ്ട്രേലിയയുടെ വിസ കിട്ടി. സോ ടിക്കറ്റ് എടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം താമസമായില്ലല്ലോ. പിന്നെ അടുത്ത ബുദ്ധിമുട്ട് എന്ത് ചെയ്യും? അപ്പോൾ എന്നോട് എൻ്റെ അമ്മയും പപ്പയും പറഞ്ഞു, ഞങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ മെൽബൺ എന്നൊരു സ്ഥലത്ത് ഒരു ചാച്ചനുണ്ട്, ഒരു സെക്കൻഡ് റിലേഷനാണ് ഈ ചേച്ചീനെ പോലെ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ആ ചേച്ചി സ്വന്തം അനിയത്തിയെ പോലെയാണ് എന്നെ നോക്കിയത്. ഈ ചാച്ചൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പപ്പയോടും അമ്മയോടും ചോദിച്ചു, ചാച്ചൻ്റെ അടുത്തേക്ക് പോയാലോ? ഞാൻ ചാച്ചനെ അങ്ങനെ നേരിട്ട് മിണ്ടിയിട്ടൊന്നുമില്ല. അപ്പം അമ്മയും അപ്പയും പറഞ്ഞു, നീ പൊക്കോ, നീ അവിടെ നിന്നോ, ജോലിയുടെ താമസം അവിടെ വരെ വിസ കിട്ടിയല്ലോ, മെൽബണിൽ നിന്നോ എന്ന രീതിക്ക്. അപ്പം എൻ്റെ മുമ്പിൽ അടുത്ത വചനം, അതായത് സെയിം വചനം തന്നെ, ഞാൻ നിനക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കും. എൻ്റെ 2ാമത്തെ ദൂതനായിട്ട് ചാച്ചൻ അവിടെ വന്നു. അപ്പോൾ ചാച്ചൻ്റെ കൂടെ ഞാൻ മെൽബണിൽ നിൽക്കുകയാണ്. മെൽബണിലേക്ക് ടിക്കറ്റ് എടുത്ത് പോയി. ചേച്ചി സ്വന്തം അനിയത്തിയെ പോലെ നോക്കിയെങ്കിൽ ചാച്ചൻ സ്വന്തം മോളേക്കാളും നന്നായിട്ട് നോക്കിയെന്ന് ഞാൻ പറയാം. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയായിരിക്കും നോക്കിയിട്ടുണ്ടാവുക എന്നുള്ളത്. അതേപോലെ തന്നെ ചാച്ചൻ എന്നെ നോക്കി. പിന്നെ അവിടെ ചെന്നിട്ട് അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ചെല്ലുന്നിടത്തൊക്കെ പള്ളികളും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട് മാതാവ്. ന്യൂസിലൻഡിലാണെങ്കിലും തൊട്ടടുത്ത് ഇംഗ്ലീഷ് മാസ് അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നു. ഓസ്ട്രേലിയയിൽ ഞാൻ നിൽക്കണ ചാച്ചൻ്റെ വൈഫ് ആൻറ്റി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അപ്പോൾ അവിടെയൊക്കെ -ഡിഗ്രിയാണ്, കൊടും തണുപ്പത്താണ് നമ്മൾ പോകുന്നത്. തണുപ്പൊന്നും നമുക്ക് വിഷയമല്ലെന്നേ, കാരണം മാതാവ് തന്ന ജോലിയല്ലേ, ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തരുമോ, പിന്നെ നമ്മൾ മാതാവിനെ ഉപേക്ഷിക്കുമോ? ഇല്ല. എന്നിട്ട് ഈ തണുപ്പത്ത് ഞാൻ കുർബാനയ്ക്ക് പോവും, എല്ലാ സൺഡേയും പോവും, എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ചാച്ചൻ ചോദിക്കുക, ചാച്ചന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ചോദിക്കുന്നത്, കൊച്ചു രക്ഷപ്പെടണമല്ലോ, മോളെ എന്തായി അക്കോമഡേഷൻ, താമസമായോ? അപ്പോൾ ഇവർക്ക് ഇടയ്ക്ക് മെയിലൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ അവർ വെയിറ്റ് ചെയ്യുക, നീ വെയിറ്റ് ചെയ്യുക. പക്ഷേ എത്ര നാളെന്നില്ലാത്തൊരു വെയിറ്റിരിപ്പ്, ശമ്പളം ഇല്ല, ഒന്നുമില്ല, ജോലിയില്ല, ഇത്രയും എന്താണ് നമുക്ക് എക്സ്പീരിയൻസ് പോകുന്നു, ഗ്യാപ്പ് ആകുന്നു, വെറുതെ നിൽക്കാൻ പറ്റത്തില്ല ചാച്ചൻ്റെ ചിലവിൽ. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകളാണ്, എല്ലാം ചാലഞ്ചുകളാണ്. പക്ഷേ നിൽക്കുന്നു, ഉടമ്പടി മാത്രം ശരണം, വേറെ ആരിൽ ശരണം, മനുഷ്യരിൽ ആശ്രയമില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ചാച്ചന് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോകണം. അപ്പോൾ ചാച്ചൻ്റെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എന്നോട് ചോദിച്ചു, മോളെ നീ എന്ത് ചെയ്യുക, നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ, പരിചയമില്ലാത്തൊരു രാജ്യമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാച്ച 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക, മാതാവ് എന്നോട് അങ്ങനെയോ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കട്ടെ ചാച്ച, പ്രാർത്ഥിക്കുന്ന ആളല്ലേ, വെയിറ്റ് ചെയ്യുക. ചാച്ചൻ പറഞ്ഞു നിൻ്റെ തീരുമാനം. അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉടമ്പടി വസ്തുവായ തൈലം ഞാൻ നാട്ടിൽ നിന്ന് 3 പെട്ടികൾ കൊണ്ടുവന്നു, ലഗേജ് പ്ലസ് ക്യാബിനടക്കം എല്ലാ പെട്ടികളിലും. കാരണം വേറെ ഇനി വിഷമഘട്ടമാണ്. 3 പെട്ടികളിലും തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാണ്, മാതാവേ ഈ പെട്ടി അടുപ്പിക്കണത് എൻ്റെ ജോലി സ്ഥലത്തേക്ക് ആയിരിക്കണേ, തിരിച്ച് നാട്ടിലേക്ക് ആവല്ലേ. ജോലി സ്ഥലം ന്യൂ സൗത്ത് വെയിൽസിലാണ്, ഓസ്ട്രേലിയ, അങ്ങോട്ടേക്ക് ആയിരിക്കണേ മാതാവേ ഈ പെട്ടി അടുപ്പിക്കണത് 3 എണ്ണം. ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു മെയിൽ വരുവാണ്, അക്കോമഡേഷൻ റെഡിയായി. എവിടുന്ന്? അടുത്ത ചോദ്യം. കൂടെ ജോലി ചെയ്യണ ഒരു മലയാളി ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഒപ്പം നിന്നോ. ഓസ്ട്രേലിയയിൽ അങ്ങനെയൊന്നും ഞാൻ ഈ 482 വിസയിലൊന്നും കണ്ടിട്ടില്ല അവരങ്ങനെ ചെയ്യുന്നത്. മാതാവ് ചെയ്തതാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് അവിടെ അക്കോമഡേഷനായി.
സോ ഇനി അപ്പോൾ എനിക്ക് എല്ലാം എൻ്റെ കടമ്പകൾ കഴിഞ്ഞു. ചാച്ചനോട് ബൈ പറയുന്നു. മറ്റേ ന്യൂ സൗത്ത് വെയിൽസിൽ ഓസ്ട്രേലിയയിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നു, ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ എനിക്ക് അവിടെ ജോലിയായി. അപ്പം ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചത്, അങ്ങനെ എനിക്ക് മാതാവ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഒരു നല്ല ഏജ്ഡ് ഗേളിൽ ഉയർന്ന ശമ്പളത്തോടു കൂടി, എന്നേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടണേക്കാളും കൂടുതലാണ് എനിക്ക് സാലറി ലെവലെന്ന് പറയാൻ ഞാൻ മടിക്കത്തില്ല. അതെൻ്റെ അഹങ്കാരമല്ല, എൻ്റെ മാതാവ് തന്ന ദയയാണെന്ന് എനിക്കറിയാം. അങ്ങനെയാണത്. എന്നിട്ട് അപ്പം എനിക്ക് ജോലിയായി, അങ്ങനെ പോകുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മാതാവിനോടൊരു കാര്യം പറഞ്ഞായിരുന്നു. മാതാവേ, എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല, ഡ്രൈവിംഗ് എനിക്ക് ആദ്യം തൊട്ടേ പഠിക്കണം. അപ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് എനിക്കൊരു പള്ളി തന്നെ മാതാവേ, അതായത് മലയാളം കുർബാനയോ ഇംഗ്ലീഷ് കുർബാനയോ ആയിക്കോട്ടെ, എനിക്ക് പള്ളി തന്നെ മാതാവേ. മാതാവ് അതേപോലെ തന്നെ എന്താണോ ആവശ്യപ്പെടുന്ന മാതാവിനോട് അതേപോലെ തന്നെ, അതായത് യുണൈറ്റിംഗ് ചർച്ച് എന്നാണ് അവിടുത്തെ പേര്. ഈ പള്ളി വന്നിട്ടാണ് ഈ ഏജ്ഡ് കെയർ വന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് തെളിവോ മാതാവ് തന്നതാണെന്നുള്ളതിന്. അങ്ങനെ മാതാവ് എനിക്ക് ജോലി തന്നു. അപ്പോൾ അവിടെ അതായത് തൊട്ടടുത്താണ്. അപ്പോൾ എനിക്ക് ഊബറൊന്നും വിളിച്ച് പോകേണ്ട കാര്യമില്ല, നടന്നു പോവാം, ജോലിക്ക് പ്ലസ് പള്ളിയിൽ പോവാം. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം മാതാവ് ചെയ്തു തന്നു. പിന്നെ അവിടെ എല്ലാ സൺഡേയിലും ഇംഗ്ലീഷ് മാസ് ഉണ്ട്. ഞാൻ സൺഡേയിൽ ഡ്യൂട്ടി എടുക്കത്തില്ല. സൺഡേ ഓസ്ട്രേലിയയിലൊക്കെ ജോലി ചെയ്താൽ ഡബിൾ പേയ്മെൻ്റ് ആണ്. എനിക്ക് ഡബിൾ പേയ്മെൻറ്റ് വേണ്ട, എനിക്ക് അന്ന് കുർബാനയ്ക്ക് പോയാൽ മതി. ഞാൻ കുർബാനയ്ക്കാണ് പോകാൻ പ്രിഫർ ചെയ്യുന്നതും, അന്ന് ജോലി ചെയ്യാറില്ല മാക്സിമം. പിന്നെ വല്ല സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് വരുവാണെങ്കിൽ രാവിലെ പോകുന്നു. 3 കുർബാനയുണ്ട്. പക്ഷേ എന്നാലും ഞാൻ കുർബാനയ്ക്ക് പോയിട്ടുള്ള ജോലി മതി എനിക്ക്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ച നാട്ടിലെ കുർബാന, മലയാളം കുർബാനയുണ്ട്. അവിടെ എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അവിടെ ന്യൂസിലൻഡിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും അച്ഛൻ പറയുന്നത് ഒരു കാര്യങ്ങൾ പോലും വിടാതെ എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് അവിടുത്തെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് അവർക്ക് പൈസ ഉണ്ടെങ്കിലും അവർക്ക് വയ്യാന്നേ, ഹെൽത്ത് ഒന്നും ഓക്കെ അല്ല, അവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പത്രങ്ങൾ എൻ്റെ കയ്യിൽ ഒരു പത്രമേ ഉള്ളൂ, പക്ഷേ അത് ഞാൻ കോപ്പി എടുത്ത് എൻ്റെ എല്ലാ ഓഫ് ഡേയ്സിലും ഞാൻ അവിടുത്തെ നടന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. ഇനി എനിക്ക് പറയാലോ, ഐ ആം എ രജിസ്റ്റേർഡ് നേഴ്സ് ഇൻ ഓസ്ട്രേലിയ വിത്ത് ദ ഗ്രേസ് ഓഫ് മദർ ഓൾമൈറ്റി എന്ന് പറഞ്ഞ്, ആൻഡ് ഐ ആം എ മരിയൻ മിഷണറി എന്നും കൂടെ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര കാര്യമാണ്. അപ്പം എങ്ങനെയാണ് നിനക്കിത് കിട്ടിയത്, എങ്ങനെയാണ് നീ മരിയ മിഷണറി ആയത്? എനിക്ക് പറയാലോ, കൃപാസനം ഉണ്ട് ഞങ്ങൾക്കിവിടെ, അതുവഴിയാണ് ഞാൻ മരിയ മിഷണറി ആയതെന്ന് പറഞ്ഞ് ആണ് കൊടുക്കുന്നത്. അവർക്കൊക്കെ അവിടുത്തെ ചർച്ചിലൊക്കെ കൃപാസനം ഫേമസ് ആണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. പപ്പയും അമ്മയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുർബാന ചെയ്യുന്നു, കുമ്പസാരം, ഇംഗ്ലീഷ് മാസമാണെങ്കിലും നമുക്ക് കുമ്പസാരിക്കാനുള്ള ഇതുണ്ട്. പിന്നെ മലയാളം കുർബാന വരുമ്പോൾ അവിടെ പോയി കുമ്പസാരിക്കും. അങ്ങനെ പിന്നെ ബൈബിൾ റീഡിങ് 1/2 hour, ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഡ്യൂട്ടിയുടെ ഇടയിൽ ഞാൻ സമയം കണ്ടുപിടിച്ചാണ് ചെയ്യുന്നത്. എനിക്ക് വിഷമമാണ്. ഇത്രയും തന്ന മാതാവിനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എത്ര ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും ഉടമ്പടിയിൽ ഇനി നിന്നുകൊണ്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. ഉയരങ്ങളല്ല ഞാൻ നോക്കുന്നത്. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ട് കറക്റ്റ് 1 വർഷമായാലാണ് നമുക്ക് ലീവ് കിട്ടത്തുള്ളൂ. ഇന്നലെ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. 2 ആഴ്ചത്തേക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ എനിക്ക് 10:30 ഇവിടെ കൊച്ചിയിൽ ബോർഡിങ്. അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ അപ്പോൾ അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം ഞാനതുകൊണ്ട് ഇവിടുത്തെ നടയിൽ നിന്ന് മാതാവിനെ കണ്ട് നന്ദി പറഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ട് രാവിലെ 5:30 സാക്ഷ്യം പറയാൻ വേണ്ടി വീണ്ടും വന്നു. ഇന്നലെ രാവിലെ വന്നായിരുന്നെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടായിരുന്നു വീട്ടിൽ പോവുള്ളൂ. കാരണം ഞാൻ ഒരു നേർച്ച നേർന്നായിരുന്നു, എന്ന് വരുന്നോ തിരിച്ച് അന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ പോകത്തുള്ളൂ എന്ന്. അതെനിക്കപ്പോൾ സാധിച്ചു കിട്ടി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ഒരു കഴിവോ ഒരു യോഗ്യതയോ ഇല്ലാതിരുന്ന എനിക്ക് സാധിച്ചു തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച 2 വചനങ്ങളായിരുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയൊരു ദൂതനെ അയക്കും എന്നുള്ളതും, ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ്, മനുഷ്യരാൽ അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 94-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. സിദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ടോണിയ അന്ന സാബോ എറണാകുളം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വളരെ വ്യക്തതയോടുകൂടി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. താൻ ന്യൂസിലാൻഡിലേക്ക് ജോബിന് വേണ്ടി പോവുകയും എന്നാൽ ജോലിക്ക് പോകുന്ന സമയം നിരവധി ഇഷ്യൂസ് കാരണം തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യത്തിലാണ് അവിടേക്ക്
ജോലിക്കായിട്ട് കടന്നു ചെല്ലുകയും ചെയ്യുന്നത്. എന്നാൽ അവിടെ നിരവധിയായ നഴ്സുമാർ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോരുമ്പോഴും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. മനുഷ്യനെ ആശ്രയിക്കാതെ കണ്ട് ദൈവം എനിക്ക് പൂർണ്ണമായിട്ടും തരുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ടോണിയ അന്ന സാബിൻ്റെ വാക്കിൽ നിന്ന് കേൾക്കുവാനും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് നമുക്ക് മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്നാണെങ്കിലും തനിക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴും അവിടെ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മയിലുള്ള പൂർണ്ണമായ ഉറച്ച വിശ്വാസം തന്നെയാണ്. ഞാനൊരു മരിയൻ മിഷണറിയാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ മുമ്പോട്ട് പോകുകയൊക്കെ ചെയ്യുന്നത്. അതേ തുടർന്നാണെങ്കിലും മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുവാനുള്ളൊരു അവസരം ലഭിക്കുകയും ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെതായത് കൊണ്ട് തന്നെ അവിടത്തേക്കുള്ള മെയിൽ അയക്കുകയും ഇൻ്റർവ്യൂവിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. വാക്കുകളിൽ 2 ദൂതന്മാരുടെ കാര്യങ്ങൾ പറയുന്നത് പോലെ ഒരു മനുഷ്യരുടെ രൂപത്തിൽ ദൈവം പരിശുദ്ധ അമ്മ തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ടൊരു സംരക്ഷണം തന്നെ നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണെങ്കിലും ഓസ്ട്രേലിയ താൽക്കാലികമായിട്ട് നിൽക്കാനുള്ള സൗകര്യമാണെങ്കിലും ന്യൂസിലാൻഡ് താൽക്കാലികമായിട്ട് നിൽക്കാനുള്ള സൗകര്യമാണെങ്കിലും അതേ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് തനിക്കൊരു ഓസ്ട്രേലിയൻ ഇൻ്റർവ്യൂ ലഭിക്കുകയും എന്നാലത് റിജക്ഷൻ ആവുന്ന തരത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. എന്നാലും ഒരു 20 മിനിറ്റ് ശേഷമാണെങ്കിലും തിരിച്ചു വിളിച്ചുകൊണ്ട് തനിക്കൊരു ജോലി റെഡിയാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. എന്നാലും ജോലി റെഡിയായിട്ടുണ്ട്. എന്നാലും അതേ തുടർന്നാണെങ്കിലും അവിടെ നിൽക്കുവാനും താമസ സൗകര്യങ്ങളൊന്നും റെഡിയാകാത്തത് കൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് എവിടെയെങ്കിലേക്ക് നിൽക്കേണ്ട ഒരു രീതിയിലേക്കാണ് കടന്നു വരുന്നത്. എന്നാൽ ന്യൂസിലാൻഡിൽ നിന്ന് വിസ തീരുന്ന സമയമാകുകയും ഇന്നലെ അങ്ങോട്ട് മുമ്പോട്ട് പോകേണ്ട കടമ്പകൾ സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെയാണെങ്കിലും പരിശുദ്ധ അമ്മയിലൂടെ ഓസ്ട്രേലിയക്ക് പോകാനുള്ള ക്രമീകരണങ്ങളും അവിടെയാണെങ്കിലും തൻ്റെ റിലേറ്റീവിലൂടെ ആണെങ്കിലും പരിശുദ്ധ അമ്മ തനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുവെന്ന് മനസ്സിലാക്കാട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ ജീവിത പ്രവൃത്തിയിലൂടെയാണെങ്കിലും ഒരു ഏജ്ഡ് ഹോമിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ടോണിയ അന്നയ്ക്ക് ജോലി ലഭിക്കുകയുണ്ടായി. കാരണം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മുമ്പിൽ തൻ്റെ അനുഭവസാക്ഷി സന്തോഷത്തിലൂടെ പങ്കുവെക്കുകയാണ് ചെയ്തത്. കാരണം അമ്മ മാതാവ് തനിക്ക് ഏറ്റവും നല്ലത് നൽകിയെന്നുള്ളത് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഈ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ശൈലജ, ഞാൻ വൈക്കത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ഗോപിക, മകളുടെ ഭർത്താവ് ഉമേഷ്, അമ്മ തന്ന കുഞ്ഞുവാവ ഇമ. എനിക്ക് കിട്ടിയ അനുഗ്രഹം ഇവിടെ പങ്കുവയ്ക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായി ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് 2023 ഒക്ടോബർ മാസമാണ്. അന്ന് ഞാൻ അത്ര കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് 2024 സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ ഫോണിൽ പ്രത്യക്ഷപ്പെടുകയും ഞാൻ അമ്മയോട് അന്ന് എൻ്റെ സങ്കടങ്ങൾ പറയുകയും ചെയ്തു. കുറേ കരഞ്ഞു. അപ്പോൾ അമ്മ തെളിഞ്ഞു നിന്നു, എൻ്റെ സങ്കടത്തിന് പരിഹാരം തന്നു. അന്ന് മുതൽ ഞാൻ അമ്മയെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ഈശോയെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് എൻ്റെ മോൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു. ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അമ്മ എനിക്കത് സാധിച്ചു തന്നു. അതിനെപ്പറ്റി എൻ്റെ മകൾ പറയും. എൻ്റെ പേര് ഗോപിക. മാതാവ് മധ്യസ്ഥം നിന്ന് യേശുവിൽ നിന്ന് വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മ പറഞ്ഞതുപോലെ 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായത്. 3.5 വർഷം കല്യാണം കഴിഞ്ഞ് 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ഹെൽത്ത് ഇഷ്യൂവിനെ തുടർന്ന് അത് പോയി. അതേ തുടർന്ന് 2024 ഡിസംബർ 10-ാം തീയതി അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടി തൈലം എന്നും വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. 2025 ഓഗസ്റ്റ് 15-ന് ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. 3-ാം മാസത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റെ താഴെയാണെന്ന് പറഞ്ഞു. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ അത് നേരെയായി. 7-ാം മാസത്തെ സ്കാനിങ്ങിൽ കുട്ടിയുടെ തലയിൽ വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. 4 ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. 4 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്തപ്പോൾ അത് വീണ്ടും കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് 2026 മാർച്ച് 3-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും
ജോസഫ് അച്ഛനെ കാണുകയും ചെയ്തു. എൻ്റെ ഫോട്ടോ അച്ഛൻ ഈശോയിലും മാതാവിനെയും തൊട്ട് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച കാശുരൂപം നൽകുകയും ചെയ്തു. തുടർന്ന് അടുത്ത സ്കാനിങ്ങിൽ അത് നോർമലായി കുറഞ്ഞു. 2026 ഏപ്രിൽ 16 ഒരു പെൺകുഞ്ഞിനെ നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈശോയുടെയും മറിയത്തിൻ്റെയും ആദ്യ അക്ഷരം വെച്ച് കുഞ്ഞിന് ഇമ എന്നാണ് പേരിട്ടത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതെല്ലാം എൻ്റെ യോഗ്യതയിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ് എനിക്ക് ലഭിച്ചത്. ഗർഭകാലത്ത് ഒത്തിരി സഹനങ്ങളിലൂടെ ഞാൻ കടന്നുപോയിരുന്നു. അപ്പോഴൊക്കെ ഈശോ എന്നെ സംരക്ഷിച്ചു. ഞാൻ എപ്പോൾ വചനമെടുത്താലും എനിക്ക് കിട്ടിയിരുന്നത് ജോഷുവ 1:9, നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കിട്ടിയിരുന്നത്. ഒരിക്കൽ കൂടി മാതാവിനും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. യേശുവേ നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിക്കും. 1 കെട്ട്, 2 കെട്ട്, 3 കെട്ട്, 5 കെട്ട്, 10 കെട്ട് ഇങ്ങനെ പത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലിൽ, വണ്ടാനം ആശുപത്രിയിൽ, വീടുകളിലൊക്കെ കൊടുക്കാറുണ്ട്. എന്നെ കളിയാക്കിയവർ ഒത്തിരി പേരുണ്ട്, എന്ത് കിട്ടിയെന്ന് ചോദിച്ചവരുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈശോയും അമ്മയും ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ആരും പോയാലും അമ്മ വെറും കൈയോടെ തിരിച്ചു വിടില്ല എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതികെട്ടി ചോറ് പൊതികെട്ടി കൊടുക്കാറുണ്ട്. പൈസ രോഗികൾ ആവശ്യപ്പെടുമ്പോഴത്തേന് എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഫോണിൽ കാണുന്നവർക്ക് ഗൂഗിൾ പേ വഴി കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ജീവനിലയം എന്ന് പറയുന്ന സ്ഥലത്ത് ഫുഡ് കൊടുക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ ചായയും കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട് കൊണ്ട് കൊടുക്കാറുണ്ട്. രോഗികളെ കാണാൻ പോകാറുണ്ട്. ആത്മീയ ജീവിതമായിട്ട് പ്രാർത്ഥനാ ജീവിതം ഞാൻ വെളുപ്പിനെ 3 മണിക്കേക്കും 3 മണിക്കേറ്റ് കൊന്ത ചൊല്ലാറുണ്ട്. അത് അമ്മ എന്നെ സ്വപ്നത്തിൽ വിളിച്ചേൽപ്പിച്ചതാണ്. നിൻ്റെ മകളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയാണ് നീ ഏറ്റ് കൊന്ത ചൊല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റു. അന്ന് ഞാൻ പറഞ്ഞു, അമ്മേ നാളെ മുതൽ അമ്മ എന്നെ വെളുപ്പിനെ വിളിച്ചേൽപ്പിക്കണം, ഉറക്കച്ചടവില്ലാതെ ഞാൻ വന്ന് ഞാൻ കൊന്ത ചൊല്ലാനുള്ള കൃപ അമ്മ തന്നോന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ കുഞ്ഞ് പ്രസവിച്ച് കയ്യിലോട്ട് തരുന്ന അന്ന് വരെ 3 മണിക്ക് അമ്മ എന്നെ വിളിച്ചേൽപ്പിക്കാറുണ്ട്. ഞാൻ കൊന്ത ചൊല്ലും, ബൈബിൾ വായിക്കും. 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. വൈകുന്നേരം സന്ധ്യയ്ക്ക് 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ ബൈബിൾ വായിക്കും. ചൊവ്വാഴ്ചകളിൽ ധ്യാനം മുടങ്ങാതെ കൂടാറുണ്ട്. പിന്നെ അച്ഛനെ ഞാൻ 2 പ്രാവശ്യം സ്വപ്നം കണ്ടു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 89ാമത്തെ ദിവസം മാർച്ച് 9-ാം തീയതി അമ്മയോട് പറഞ്ഞു. ഞാൻ ഒത്തിരി കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന സമയം ഞാൻ ചോദിച്ചു, അമ്മ എൻ്റെ കൂടെ ഇല്ലേ, ഉണ്ടെങ്കിൽ എനിക്കൊരടയാളം തരില്ലേ എന്ന് ചോദിച്ചു. അന്ന് ഞാനൊരു സാക്ഷ്യം കേൾക്കുന്ന ഒരു മോനും ഭാര്യയും 4 മക്കളും കൂടെ ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു കൃപാസനത്തിൽ വന്ന കാര്യം പറയുന്ന സാക്ഷ്യമാണ് ഞാൻ കേട്ടത്. അത് കേട്ടുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ ചെന്ന് 3 മണിയായി. അന്ന് നേരം എടുത്തിട്ട് കഞ്ഞി കുടിക്കാനെടുക്കുന്ന ആ സമയത്താണ്. അതിലിടാൻ അമ്മയുടെ ഉപ്പാണ് ഞാൻ സ്പൂണിനകത്തോട്ടെടുത്തത്. സ്പൂണിലെടുത്തപ്പോഴത്തേക്കും അമ്മ മഴവില്ലാണ് എനിക്ക് കാണിച്ചു തന്ന അടയാളം. അമ്മ അന്ന് മുതൽ എൻ്റെ കൂടെ ഉണ്ട്. ആ സ്പൂണിനകത്ത് മഴവില്ലാണ് അമ്മ അടയാളം കാണിച്ചു തന്നത്. തിരിയിൽ തിരുഹൃദയങ്ങൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. മെഴുതിരിയിൽ അമ്മയുടെ സാന്നിധ്യം അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. നടക്കുന്ന വഴികളിലൊക്കെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടാറുണ്ട്. എപ്പോൾ വിളിച്ച് അമ്മ എൻ്റെ കൂടെ ഇല്ലേന്ന് ചോദിച്ചാലും അമ്മ എനിക്ക് അനുഗ്രഹം തരാറുണ്ട്. എൻ്റെ മോളുടെ വാവയുടെ നെറ്റിയിൽ ഞങ്ങൾ മെയ് 24-ാം തീയതി പൊട്ടുകുത്തി. അന്ന് സന്ധ്യയ്ക്ക് 7 മണിക്ക് പൊട്ടിനകത്ത് ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 9-ാം വചനമാണ്. ദൈവം തൻ്റെ ജനങ്ങളോട് ഒരു വലിയ വാഗ്ദാനമാണ് ചെയ്യുന്നത്. അനുഗ്രഹവും സംരക്ഷണവും. ദൈവത്തോടുള്ള വിശ്വാസവും അനുസരണമുള്ളവരെ ദൈവം ആത്മീയമായും ഭൗതികമായും വളർത്തുന്നതായിട്ടാണ്
നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകുന്ന, അവരുമായുള്ള എൻ്റെ ഉടമ്പടി ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുന്നത്. ഉടമ്പടിയിൽ നാം ദൈവത്തോടുള്ള വിശ്വാസവും സമർപ്പണവും പ്രഖ്യാപിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വളർച്ചയും അനുഗ്രഹവുമാണ് നൽകുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ, കൃപാസനം അമ്മയിലൂടെ അമ്മയുടെ വഴിയിലേക്കാണ് അമ്മ നമ്മെ നയിക്കുന്നത്. നാം ഉടമ്പടി പാലിക്കുമ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് ശൈലജ എന്ന സഹോദരിയും മകൾ ഗോപികയും നമ്മളോട് പങ്കുവച്ചത്. 5 വർഷത്തോളമായി ഗോപികയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് അമ്മ ശൈലജ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ് മകൾ ഗോപികയ്ക്ക് വേണ്ടി, ഒരു കുഞ്ഞിന് വേണ്ടി. അങ്ങനെ ഈ മക്കളും പിന്നീട് അമ്മ പലപ്പോഴും യൂട്യൂബൊക്കെ കണ്ട് കൃപാസനത്തെ പറ്റി അറിഞ്ഞു. പിന്നീട് ഈ മക്കളും ഹസ്ബൻഡും വൈഫും ഗോപികയും ഹസ്ബൻഡ് ഉമേഷും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഉടനടി പെട്ടെന്ന് തന്നെ ഈ മകൾ കൺസീവ് ആവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത 5-ാം ആഴ്ചയിലെ സ്കാനിങ്ങിൽ പ്ലാസൻ്റ താഴെയാണെന്ന് അറിഞ്ഞു. പിന്നീട് നെക്സ്റ്റ് സ്കാനിൽ നോർമലായി. പിന്നീട് 7ാമത്തെ സ്കാനിൽ കുഞ്ഞിൻ്റെ തലയിൽ വെള്ളക്കെട്ടുണ്ടെന്നും മനസ്സിലായി. പിന്നീട് വീണ്ടും അവർ സ്കാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഈ ഓരോ പ്രാവശ്യം പോകുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഇവിടെ കൈവശമുണ്ട്. അതൊക്കെ തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മക്കൾ ഓരോ പ്രാവശ്യം സ്കാനിങ്ങിൽ പോകുന്നത്. 2ാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് തലയിൽ വെള്ളക്കെട്ടുണ്ടെന്ന് അറിഞ്ഞു. പിന്നീട് ഈ മകൻ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛന് പ്രാർത്ഥിച്ച് ഒരു വെഞ്ചരിച്ച കാശുരൂപം ഈ മകൻ്റെ കയ്യിൽ കൊടുക്കുകയുമാണ് ചെയ്തത്. പിന്നീട് ആ കാശുരൂപമായിട്ടാണ് ഉമേഷ് ഗോപിയുടെ അരികിലേക്ക് പോയി രണ്ടുപേരും പ്രാർത്ഥിച്ച്. പിന്നീട് നെക്സ്റ്റ് സ്കാനിങ്ങിന് പോയപ്പോൾ തലയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നത് അത് അപ്രത്യക്ഷമായി. അത് ഈ മക്കൾ വിശ്വസിക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയാലാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കൈവപ്പ് ശുശ്രൂഷ വഴിയും ഈ മക്കളുടെ ഉടമ്പടി പ്രാർത്ഥന വഴിയും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ വിശ്വാസ പ്രമാണിച്ചിലെ പ്രാർത്ഥന ഫലമായിട്ടും ഇന്ന് ഈ മക്കൾ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ആ ദാനം, ആ ഗിഫ്റ്റുമായിട്ടാണ് മകൾ കുഞ്ഞു വാവായി ഇമയുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുന്നത്. ഇമ എന്ന് പേരിട്ടതും ഈശോയുടെയും മറിയത്തിൻ്റെയും ആദ്യ ലെറ്റേഴ്സായ ഈയുമായും ചേർത്തുള്ള പേരാണ് ഇമ. അത് ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഈ ക്രൈസ്തവ മക്കൾ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നത്. ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങളൊന്നുമില്ല. സങ്കീർത്തനം 16 പറയുന്ന പോലെ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു എന്ന ആ വചനം ദൈവത്തിൽ നമ്മൾ ശരണം വയ്ക്കുകയാണ് ഉടമ്പടിയിലൂടെ. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ആ ദൈവത്തോടാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം 1:37 പറയുന്ന അതാണ്. ഓരോ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കരം പിടിച്ചാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയാണ്, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെയുള്ളത്. സങ്കീർത്തനം 139:13 പറയുന്നത്, എൻ്റെ അന്തരംഗ സൃഷ്ടിച്ചതും എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ എന്നെ രൂപപ്പെടുത്തിയതും നീ തന്നെയാണ് എന്നാണ്. ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ അന്തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ആ ദൈവം, നമ്മെ രൂപപ്പെടുത്തിയ ആ ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ മകൾ ഗോപിക പറഞ്ഞത്, ഇത് ഞങ്ങളുടെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ മായെ കിട്ടിയത്, ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ആ മകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണ്. ജോഷയുടെ പുസ്തകം 1-ാം വചനം വളരെ ഒന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമ്മൾക്ക് സംഭ്രമിക്കേണ്ട ആവശ്യമില്ല, പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലും ആ സാന്നിധ്യം അടുത്തറിയുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞ ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വളർച്ചയും ശക്തിയും ധൈര്യവും നൽകുന്ന ആ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്തറിയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ശൈലജയ്ക്കും ഗോപിക
ഉമേഷിനും കിട്ടിയ കുഞ്ഞും വാവ ഇമയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈനി. ഞാൻ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഫാമിലിയിൽ ഞാൻ, ഹസ്ബൻഡ്, 2 കുട്ടികൾ. മോൻ MBA കഴിഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മോള് BSc നഴ്സിംഗ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ബേസിക്കലി ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. 2022 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞങ്ങൾ വളരെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ പോവുകയായിരുന്നു. ആ സമയം മോൻ ജസ്റ്റ് ജോബിൽ കയറിയതുള്ളൂ, മോള് പഠിക്കുന്നു. അപ്പോൾ മുന്നോട്ടേക്ക് എങ്ങനെ എന്നുള്ളൊരു ചിന്ത വന്നു. മോൻ വീക്കെൻഡിൽ വരുമ്പോൾ എന്നോട് പറയും, മമ്മി UK പഠിച്ചതല്ലേ, മമ്മിക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, മോനു എനിക്ക് ഏജ് 55 ഉണ്ട്, ഏജ് ഓവറായി, പിന്നെ IELTS എഴുതണം, പാസ്സാവണം, ഇതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല എന്ന് ഞാൻ അവനോട് പറയും. മമ്മി ഒന്ന് ട്രൈ ചെയ്യുക എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുവൈറ്റിലുള്ള അനിയത്തി എന്നോട് പറയുകയാണ്, ചേച്ചി ഞങ്ങളും ഫാമിലി UK പോകാൻ നോക്കുന്നുണ്ട്, ചേച്ചി IELTSൻ്റെ ക്ലാസ്സിന് ഞാൻ നാളെ മുതൽ ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ചേച്ചീനെയും കൂടി ആഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇൻ കേസ് പാസ്സായാലും പോകാമെന്ന് പറഞ്ഞാൽ അത്ര വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, എൻ്റെ ഏജ് കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു. അവൾ, ചേച്ചി എന്താണെങ്കിലും എൻ്റെ ഒപ്പം ക്ലാസ്സിലിരിക്കുക എന്ന് പറഞ്ഞു. ഒരു നിയർലി 1 മന്ത് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, ചേച്ചി UK പഠിച്ച് ഇനി അധികം നാളൊന്നും ക്ലാസ്സിലിരിക്കേണ്ട, പോയി എക്സാം എഴുതി, ഞാൻ ഡേറ്റ് എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്തു. 3 മോഡ്യൂൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിനി സ്പീക്കിങ്ങിന് പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും പേ ചെയ്തല്ലേ, ചേച്ചി പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധായിരുന്നു ആ ദിവസം. ഞാൻ സ്റ്റിൽ ഐ റിമെമ്പർ ഇറ്റ് വാസ് 2022 മാർച്ച്. അപ്പോൾ ഞാനങ്ങനെ പോയി അവിടെ ചെന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഒരു പരിശുദ്ധ അമ്മയെ പോലെ ഇരിക്കുന്ന ഒരാളെയാണ് എനിക്ക് എക്സാമിനറായിട്ട് കിട്ടിയത്. അപ്പോൾ എൻ്റെ സ്പീക്കിംഗ് അന്ന് ഞാൻ നന്നായി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാവുകയും ചെയ്തു. പിന്നെ നമുക്കൊരു ഏജൻസിയെ കണ്ടുപിടിക്കണം, നമ്മൾക്ക് പോകണം, ഇതൊന്നും അത്ര ഈസി അല്ലെന്ന് വീണ്ടും എൻ്റെ മനസ്സിലിങ്ങനെ പറയുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊരു 35 ഏജൻസീസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറയുന്നത്, ചേച്ചി 55 ഇയേഴ്സായി, ഇൻ കേസ് ഒരു ചാൻസ് വരുവാണെങ്കിൽ ഞങ്ങൾ കൺസിഡർ ചെയ്യാം, അങ്ങനെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ അവർ ഫോൺ കട്ടാക്കും. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രയർ ഗ്രൂപ്പിൽ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈനി നിനക്ക് പോകാൻ പറ്റും, ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി, ഒരു കസിൻ സിസ്റ്റർ വഴി ചാണ്ടിഗഡിലുള്ളൊരു ഏജൻസിയുടെ കോൺടാക്ട് നമ്പർ എനിക്ക് കിട്ടുക ഫേസ്ബുക്കിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഞാനത് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 60 ഇയേഴ്സ് വരെയുള്ളവരെ വിടുന്നുണ്ട്, നിങ്ങളുടെ ബയോഡാറ്റ ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്തു. അപ്പോൾ അവരെനിക്ക് 2-3 റെഫറൻസും തന്നു. അപ്പോൾ UK അവർ വിട്ട കുട്ടികളുടെ, കുവൈറ്റിൽ നിന്ന് പോയ നഴ്സസിൻ്റെ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ട് ഫോർവേഡ് ചെയ്തോ, അവർ ജെന്യൂനാണ്, അവർ നമ്മളെ ചീറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇമെയിലും വാട്സപ്പും വഴി മാത്രമേ നമുക്ക് അറിയുള്ളൂ, വേറെ അവരെ നമുക്ക് അറിയത്തില്ല, ചാണ്ടിഗഡാണ്. അപ്പോൾ പിന്നെ എനിക്ക് നെക്സ്റ്റ് വീക്കിൽ ഇൻ്റർവ്യൂ വരുന്നു. കൃത്യസമയത്തിന് മോനും വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ കഫേയിലൊക്കെ പോയി അറ്റൻഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നോയ്സിയാണ്, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കൃത്യസമയത്തിന് അവൻ വന്നു, ലാപ്ടോപ്പുണ്ട്, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പാസ്സായി. അപ്പോൾ ആഫ്റ്റർ 3 days ഐ ഗോട്ട് ദ ഓഫർ ലെറ്റർ. ആ സമയം എനിക്ക് ഭയങ്കരമായിട്ട് ബാക്ക് ഏക്ക്, ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ടോയ്ലറ്റ് സീറ്റിൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര ഒരു സങ്കടമായി എനിക്ക്. അപ്പം ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിന്നുകൊണ്ട് ചെല്ലും. പിന്നെ ആ സമയം ഞാൻ ഒരു ഓർത്തോനെ കൺസൾട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ ഡിസ്കിന് കുറേ കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞു. ആക്ച്വലി ഞാൻ കേട്ടത് പോലുമില്ല, കാരണം ഞാൻ വളരെ അപ്സെറ്റായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യേ, ഒരു MRI സ്കാൻ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഞാൻ MRI സ്കാനൊന്നും പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 ദിവസം പെയിൻ കില്ലേഴ്സ് എടുത്തു. പിന്നെ ഞാൻ ഉടമ്പടി തൈലം മാത്രമാണ് അപ്ലൈ ചെയ്തുള്ളൂ. ഒരു 5th day ആയപ്പോഴേക്കും എനിക്ക് കുനിയാൻ പറ്റുന്നുണ്ട്, എൻ്റെ ഡെയിലി റുട്ടീൻസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്ന് എനിക്ക് എന്നെ സുഖപ്പെടുത്തിയിട്ട് ഇന്ന് വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. നമ്മളെ ഒരിക്കൽ ദൈവം സുഖപ്പെടുത്തില്ല, അത് ലൈഫ് ലോങ് ആണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. അതിനുശേഷം
ഓഫർ ലെറ്റർ വന്നതിന് ശേഷം പിന്നെ എനിക്ക് COIS കിട്ടണം. അപ്പോൾ അത് ഡിലേ ആവണം. ആ സമയത്താണ് നമ്മുടെ ജപമാല റാലി നടക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കുകയാണ് ജപമാല റാലി പോകണം, അല്ലാതെ നിവൃത്തിയിൽ ഇങ്ങനെ മാതാവ് എന്നോട് പറയുന്ന മാതിരി എനിക്ക് തോന്നുക. അപ്പോൾ ആ ഈവനിങ്ങിൽ ഞാൻ എൻ്റെ പള്ളിയിൽ ഞാൻ മാതൃസംഘത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോടെല്ലാം കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു നമുക്ക് എന്താണെങ്കിലും കൃപാസനത്തിൽ പോകണം, ജപമാല റാലിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അവരൊക്കെ ഓക്കെ ആയി. ആ സെയിം നൈറ്റിൽ ഞങ്ങൾ 2 മണിക്ക് അവിടെ നിന്ന് പോന്നു. ഇവിടെ വന്ന് ജപമാല റാലി അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 3rd ഡേ ഇതുപോലെ തന്നെ എനിക്ക് COIS കിട്ടി. അങ്ങനെ UK പോകാൻ പറ്റി. അപ്പോൾ പിന്നെ ഞാൻ UK പോകുമ്പോൾ എനിക്ക് ഫാറ്റി ലിവർ grade 2 ആയിരുന്നു. അതിന് ഞാൻ ഫസ്റ്റ് ലീവിന് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു. തിരിച്ചു പോയിട്ട് സ്കാൻ ചെയ്യാമെന്ന് വിചാരിച്ച് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഫാറ്റി ലിവർ റിവേഴ്സായി. അതിപ്പോൾ നോർമലാണ്. പിന്നെ ഞങ്ങളൊരു കുറച്ച് ടൗണിൽ നിന്ന് കുറച്ച് 9 കിലോമീറ്റേഴ്സ് ദൂരെയാണ് താമസിക്കണേ, ഒരു വില്ലേജിലാണ്. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു ടൗണിനോടടുത്തൊരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്രാവശ്യം ലീവിന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല ഭവനം, തൃശ്ശൂരിനടുത്തൊരു നല്ലൊരു ഭവനം തന്ന് ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ഉടമ്പടി വസ്തുക്കൾ വഴി ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഉടമ്പടി വസ്തുക്കൾ വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചു മറ്റുള്ളവർക്ക് കൊടുത്തും. സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് ഞാനൊരു എമൗണ്ട് ഓൾഡ് ഏജ് ഹോമിലേക്ക് എല്ലാ മാസവും കൊടുക്കും. ഇപ്പോൾ ഒരു മാസം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത മാസം അതനുസരിച്ച് കൂട്ടി കൊടുക്കും. പിന്നെ പണ്ട് പേഷ്യൻസൊക്കെ ആണെങ്കിൽ അടുത്താണെങ്കിലും അവർ പറയുന്നത് ലിസൺ ചെയ്യാനും ഉള്ളൊരു ആ ഒരു പേഷ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരോട് കുറേ നേരം സംസാരിക്കും. അവർക്കും ഭയങ്കര ഹാപ്പി. അവരെ കൺസോൾ ചെയ്യാനും അവരെ കൂളാക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ രോഗങ്ങൾ അറിയുമ്പോൾ ഇപ്പോൾ എനിക്കത് നന്നായി ഫീൽ ചെയ്യും. പ്രാർത്ഥിക്കും, കൂടുതൽ പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട്. പറ്റുന്നതുപോലെ എല്ലാവരെയും, ഫ്രണ്ട്സിനെയും കൂടെയുള്ളവരെയും, ഇപ്പോൾ ഓവറായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഏതെങ്കിലും ഷിഫ്റ്റിൽ അവരെയും പോയി ഹെൽപ്പ് ചെയ്യും. എല്ലാ ഡോക്യുമെൻറ്റേഷൻ അങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ ആത്മീയ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് TV ഷോസ് കാണാനോ അതിനോടൊന്നും താല്പര്യമില്ല. നമ്മൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ട്യൂസ്ഡേ തേഴ്സ്ഡേയിലുള്ളത് അറ്റൻഡ് ചെയ്യും. പറ്റുന്നിടത്തോളം പേർക്ക് ഷെയർ ചെയ്യും. പിന്നെ ജപമാല ഡ്യൂട്ടിക്ക് പോകും. ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വരുമ്പോഴും ജപമാല ചൊല്ലിപ്പോവും. പിന്നെ ബൈബിൾ വായിക്കാനായിട്ട് എനിക്ക് കണ്ടിന്യൂസ് അരമണിക്കൂർ ഇരുന്ന് വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല, സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ കിടക്കണതിന് മുമ്പ് ഒരു 15 മിനിറ്റ്, എഴുന്നേൽക്കുമ്പോൾ ഒരു 15 മിനിറ്റ്, അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ കംപ്ലീറ്റ് ഒരു 2 ടൈംസ് ഞാൻ കംപ്ലീറ്റ് ബൈബിൾ വായിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ധ്യാനം ഞാൻ എല്ലായ്പ്പോഴും ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിനും. ജപമാല, കുടുംബ പ്രാർത്ഥന ഇതെല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്നു. പക്ഷേ എൻ്റെ ഫാമിലിയിലുള്ളവർ അത്ര ആക്റ്റീവല്ല കുടുംബ പ്രാർത്ഥനയിലും കൊന്തയിലൊന്നും. എന്നാലും ഞാൻ ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും ദൈവത്തെ അറിയുന്നവർ ഉണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടുമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. എന്നാലും അവരാരും എഗെയിൻസ്റ്റ് അല്ല, ഞാൻ പറയുന്ന പോലെ ചെയ്യും, പ്രാർത്ഥിക്കാനൊക്കെ കൂടും. എന്നാലും അത്രയും ഒരു സ്പിരിച്വലി അത്ര വളർന്നിട്ടില്ലെന്ന് മാത്രം. ഇപ്പോൾ മോന് നല്ലൊരു കമ്പനിയിൽ ഇപ്പോൾ ജോലി കിട്ടി, അവൻ ഹാപ്പിയാണ്. മോള് OET എഴുതി പാസ്സായി. അവൾ 1 ഇയർ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കയറിയിട്ട് എങ്ങോട്ടെങ്കിലും പോകണം, വിദേശത്ത് പോകണം. ഇപ്പോൾ UK റിക്രൂട്ട്മെൻറ്റ് നിർത്തി വച്ചിരിക്കുന്നുണ്ട്. ഉടമ്പടിയിൽ വന്നതോടുകൂടി ആകെ മൊത്തം ഒരു ചേഞ്ചസ് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ദൈവവചനം അനർത്ഥമായിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരിക്കൽ കൂടി മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വചനമാണ്. ഇവിടെ എന്നത് ദൈവം നയിക്കുന്ന വഴിയിലൂടെ വിശ്വാസത്തോടെ ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ചുള്ള ഒരു ആത്മീയ യാത്രയാണ്. കർത്താവ് നമ്മുടെ മുൻപിൽ നടക്കും. നമുക്ക് മുൻപിൽ പുതിയ വഴികൾ തുറന്നു തരികയാണ്. നമ്മൾ കാണാത്ത അപകടങ്ങളും പ്രതിസന്ധികളും എല്ലാം മുൻപിൽ കണ്ട് ദൈവം തന്നെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മൾ പിന്നിൽ വിട്ടുപോകുന്ന കാര്യങ്ങളും ദൈവം നമ്മളെ ഓരോ കാര്യങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ്. മുൻപിലും പിൻപിലും ദൈവത്തിൻ്റെ കരുതലും പൂർണ്ണമായ സ്നേഹവും മനസ്സിലാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, തിടുക്കം കൊണ്ടേണ്ട ആവശ്യമില്ല, വേഗം ഓടുകയും വേണ്ട. കർത്താവുണ്ട് നമ്മുടെ കാവൽക്കാരനായിട്ട്, നമ്മുടെ മുൻപിലും പിൻപിലുമായിട്ട്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ്.
ഷൈനി മൈക്കിൾ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ സമയത്താണ് കൃപാസനത്തെപ്പറ്റി അറിയുകയും പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ആ സമയത്ത് എങ്ങനെയെങ്കിലും വിദേശ രാജ്യത്ത് പോയി ഒരു ജോലി ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് പരിശുദ്ധ അമ്മയോട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. പക്ഷേങ്കിൽ മെറിറ്റ് നോക്കുമ്പോൾ അത് ചാൻസസ് വളരെ കുറവാണ്, കാരണം ഏജ് ഓവറാണ്. പിന്നീട് സ്വന്തം ചേച്ചി തന്നെ വിളിക്കുകയാണ്, IELTS എക്സാം പോയിന് പോവുകയാണ്. ചേച്ചി തന്നെ ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകാനായിട്ട് രജിസ്റ്റർ ചെയ്യുകയും പേര് കൊടുക്കുകയും പിന്നീട് ബ്രദർ തന്നെ ഡേറ്റ് എടുക്കുകയും പിന്നീട് ആ പരീക്ഷ എഴുതാൻ പോവുകയൊക്കെയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്തോടെ എക്സാം പാസ്സാവുകയും പിന്നീട് UK പേപ്പർ വർക്ക് റെഡിയാകുമ്പോഴാണ് ഒരു വളരെ കഠിനമായിട്ട് നടുവേദന വരികയും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പുമൊക്കെ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെയും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ ആ നടുവേദനയിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയാണ്. പിന്നീട് വന്നത് ഒരു ഫാറ്റി ലിവർ ഇഷ്യൂസ് ആയിരുന്നു. അവിടെയും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്താൽ തന്നെ അവിടെയും വീണ്ടും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ആ ഉപയോഗത്തോടു കൂടി വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെയാണ് ഓരോ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആ ഫാറ്റി ലിവർ ഗ്രേഡ് 2 അവിടെ അതും പൂർണ്ണ സൗഖ്യമായി ഈശോയും അമ്മയും നൽകി അനുഗ്രഹിക്കുന്നത്, പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നത്. പിന്നീട് ഒരു ഭവനം ആഗ്രഹിച്ചിരുന്നു. അതും UK പോയതുകൊണ്ട് നമുക്കറിയാം ഭവനത്തിൽ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷെങ്കിൽ അവിടെയും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് കുർബാനയ്ക്കും പള്ളിയിലൊക്കെ പോകാനുള്ള ആ സാധ്യത ഒരുക്കി ഈശോയും അമ്മയെ അനുഗ്രഹിച്ച് ഒരു ഭവനം നൽകിയത്. ഇവിടെ എല്ലാം നാം കാണുന്നത് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്ത് രോഗമായാലും എന്ത് ജോലിയില്ലായ്മയായാലും ഭവനമില്ലായ്മയായാലും എന്ത് നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയാലും ഉടമ്പടി പ്രാർത്ഥനയിൽ നാം അനുഭവിക്കുന്നത് ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിതമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ കരം പിടിച്ച് നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്, കൃപാസനം അമ്മ. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മുടെ മുൻപിലും പിൻപിലും കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രശ്നങ്ങളുടെ നടുവിലും ഭയപ്പെടാതെ ജീവിതത്തിൽ വൈകി പോകുന്ന കാര്യങ്ങൾ പോലും ദൈവം ശരിയായ സമയത്ത് നമുക്ക് നൽകുമെന്നുള്ള പ്രത്യാശയോടെ നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത്, നമ്മുടെ കരം പിടിച്ച് നമ്മൾ വഴി കാണിച്ചു തരുന്നത്. ആ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്നുള്ള ഒരു കൃപയുടെ വഴിയിലൂടെ നമ്മുടെ ആത്മീയ യാത്ര നമുക്ക് മുന്നോട്ട് പോകാം. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. ഓരോ കാരുണ്യ പ്രവർത്തികൾ ആത്മീയ ജീവിതവുമെല്ലാം ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഷൈനി മൈക്കിളിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ